लोग अलग अलग जगह से इस मीटिंग में अटेंड कर रहे हैं, सबको प्रभु आशीषित करे। വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുക, സഹായിക്കുകയും ചെയ്യട്ടെ. प्रार्थना के साथ में हम परमेश्वर का उपस्थिति में रहेगा। വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാം ദൈവസന്നിധിയിലായിരിക്കാം. जैसे परमेश्वर दास जी ने इंट्रोडक्शन में कहा, കർത്താവിന്റെ ദാസി ഇൻട്രഡക്ഷൻ പറഞ്ഞതുപോലെ हम मूसा ने कैसे प्रार्थना किया वैसे हम भी प्रार्थना करना जरूरी है। प्रभु आपका रास्ता हमें दिखा दी। മോശ പ്രാർത്ഥിച്ചതുപോലെ നമ്മളെല്ലാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവേ, നിന്റെ വഴി ഞങ്ങളെ കാണിക്കണമേ എന്ന്. आज रात को अगर परमेश्वर का आवाज सुनने का एक इच्छा हम रखाते, ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ വലിയൊരു ആഗ്രഹത്തോടെ നമ്മളായിരിക്കുന്നുവെങ്കിൽ जरूर हमसे बात करें। തീർച്ചയായും കർത്താവ് നമ്മളോട് സംസാരിക്കുകയാകും. परमेश्वर का विशेषता है अपना परमेश्वर हमसे बात करने वाला परमेश्वर। നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നവനാണ്. मैं कल रात को अपना ही एक मीटिंग में, मेरा कलीसिया के एक मीटिंग में मैं वचन दे देता। ഇന്നലെ രാത്രി ഞങ്ങളുടെ സഭയുടെ ഒരു മീറ്റിംഗിൽ ദൈവവചനം സംസാരിച്ചപ്പോൾ अभी मैंने ऐसे कहा, അപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, हमें परमेश्वर का शब्द, परमेश्वर का आवाज हमें सुनना, നമ്മളെല്ലാവരും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. हमें जानना जरूरी है कहाँ से अपना मदद, अपना सहायता आए। നമുക്ക് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്, നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് സഹായം ലഭിക്കുന്നത് എന്ന്. भजन संहिता 84 में ऐसे लिखा है, സങ്കീർത്തനം 84 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, धन्य है जो पुरुष है ഈ ഒരു പുരുഷൻ ഭാഗ്യവാനാണ്, जो सियोन का ओर जाने वाला रास्ता का सूदी रखते। സിയോനിലേക്കുള്ള വഴി അറിയുന്ന വ്യക്തി ഭാഗ്യവാനാണ്. सियोन की ओर जाने वाला रास्ता का सूदी, इसका मतलब क्या है? സിയോനിലേക്കുള്ള വഴിയുടെ ഓർമ്മ അല്ലെങ്കിൽ അത് അറിയുന്ന വ്യക്തി എന്നതിന്റെ അർത്ഥം എന്താണ്? उस आयतों में ऐसे लिखा है, ആ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, जिसका आश्रय भरोसा न तो जिसका सामर्थ्य, जिसका बल परमेश्वर में है, ആരിലാണോ അവരുടെ ബലം കർത്താവിലുള്ളത് वो धन्य है। ആ വ്യക്തി ഭാഗ്യവാനാണ്. एक समस्या आएगा, मुसीबत आएगा, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം, പ്രതികൂലം കടന്നു വരുമ്പോൾ, संकटों में आएगा, ചില സങ്കടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ सहारा लेने के लिए, आश्रय रखने के लिए कहाँ जाना है, वो जानने वाला व्यक्ति धन्य है। ഇങ്ങനെയുള്ള ആ പ്രതികൂല സമയങ്ങളിൽ എവിടെയൊക്കെ ഒരു സഹായത്തിന് വേണ്ടി പോകണമെന്ന് അറിയുന്ന വ്യക്തി ഭാഗ്യവാനാണ്. काफी दुनिया के लोगों को जानता नहीं है बात। ലോകത്തിലുള്ള പല ആൾക്കാർക്കും ഈ കാര്യം അറിയയില്ല, എവിടെയൊക്കെ സഹായത്തിന് പോകണമെന്ന്. कुछ मुसीबत आएगा, നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ किसी से मदद मांगने के लिए जाए, നമ്മൾ മറ്റുള്ളവരോട് സഹായം അപേക്ഷിക്കാൻ പോകും. किससे हम मदद मांगे? നമ്മൾ ആരോടാണ് സഹായം ചോദിക്കുന്നത്? हम इंसान से मदद मांगेगा। ഒന്ന്, നമ്മൾ മനുഷ്യരോട് സഹായം ചോദിക്കും. इंसान से मदद मांगे क्या फायदा होते हैं? മനുഷ്യരോട് സഹായം ചോദിച്ചാൽ എന്താണ് പ്രത്യേകത? कभी जो व्यक्ति से हम मदद मांगा, നമ്മൾ ഏത് വ്യക്തിയോടാണോ നമ്മൾ സഹായം ചോദിക്കുന്നത്, उसके पास शायद हमें मदद करने का ताकत नहीं हो, ചിലപ്പോൾ ആ വ്യക്തിക്ക് നമ്മളെ സഹായിക്കുവാനുള്ള കഴിവില്ലായിരിക്കാം. लेकिन हमें जानना चाहिए എന്നാൽ നമ്മൾ അറിയണം, सबसे पहले किससे मदद मांगना। നമ്മൾ ആദ്യം ആരോടാണ് സഹായം ചോദിക്കേണ്ടതെന്ന് നമ്മൾ അറിയണം. सभी रास्ता बंद हो जाएगा तभी नहीं, നമ്മുടെ മുന്നിലുള്ള എല്ലാ വഴികളും അടയുമ്പോഴല്ല, पहले खत्म, फर्स्ट स्टेप हमें रखना है, प्रभु के ओर हमें जाना है। നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ നമ്മൾ അറിയണം. मलयालम ट्रांसलेशन में इस बात उतना क्लियर नहीं है। മലയാളത്തിൽ ഇത്ര ക്ലിയർ ആയിട്ട് ആ ട്രാൻസ്ലേഷൻ എഴുതിയിട്ടില്ല. मलयालम ट्रांसलेशन में लिखा है, അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്, उनका मन के अंदर सियोन की ओर जाने वाला रास्ता है करके लिखा है। लेकिन हिंदी ट्रांसलेशन में लिखा है, जिन्होंने जो सियोन की ओर जाने वाले रास्ता का सूदी रखते हैं। മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് എന്നാണ്. എന്നാൽ ഹിന്ദിയിൽ ആ വഴി ഓർമ്മിക്കുന്നവർ, जो व्यक्ति को जानते सियोन की ओर जाने वाला रास्ता, ഏത് വ്യക്തിക്കാണോ അറിയുന്നത് സിയോനിലേക്ക് പോകാനുള്ള വഴി അറിയുന്ന उस വ്യക്തി, व्यक्ति धन्य लिखा। ആ വ്യക്തി ഭാഗ്യമുള്ളത് എന്നാണ് എഴുതിയിരിക്കുന്നത്. इसका मतलब बल का श्रोता के पास जाने वाला रास्ता जानने वाला व्यक्ति धन्य है। അതിന്റെ അർത്ഥം ആ ബലത്തിന്റെ ആ ഉറവിലേക്ക് പോകുവാനുള്ള വഴി അറിയുന്ന വ്യക്തി ഭാഗ്യവാൻ. जब संकट आएगा, मुसीबत आएगा, क्या करना है ये जानने वाला व्यक्ति धन्य है। ജീവിതത്തില് പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവുന്ന വ്യക്തിയാണ് ഭാഗ്യവാന്മാർ. जानने वाला व्यक्ति धन्य है। അങ്ങോട്ട്
അങ്ങോട്ടുള്ള വഴി അറിയുന്ന വ്യക്തി ഭാഗ്യവാന്മാർ. हम प्रभु का बच्चों, हमें जानते हैं क्या करना है. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന്. जब समस्या आएगा പ്രശ്നങ്ങൾ കടന്നു उस വരുമ്പോൾ समय बैठ के प्रार्थना करो, നമ്മൾ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുക, परमेश्वर का वचन लेके बैठो, ദൈവത്തിന്റെ വചനവുമായിരിക്കുക. प्रभु से बताओ, प्रभु मुझसे बात करो. കർത്താവിനോട് ഇപ്രകാരം പറയാം, കർത്താവേ ഞങ്ങളോട് अपना സംസാരിക്കണം. परमेश्वर बात करने वाला परमेश्वर. നമ്മുടെ കർത്താവ് कुछ സംസാരിക്കുന്നവനാണ്. समय अन्य भाषा में बात करो, കുറച്ച് സമയം നമുക്ക് ആനിഭാഷ സംസാരിക്കാം. तभी क्या होने वाला है. അപ്പോൾ എന്ത് സംഭവിക്കും? देखो, बल अपने अंदर आने वाला है, നമ്മുടെ ഉള്ളിലേക്ക് ആ ബലം കടന്നു വരും ഇടയാകും. सामर्थ अपने अंदर आने. ആ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും ഇടയാകും. हमें जानते हैं सियोन की ओर जाने वाला रास्ता. നമുക്ക് എല്ലാവർക്കും അറിയാം സിയോനിലേക്കുള്ള പോകാനുള്ള വഴി നമുക്കറിയാം. मतलब परमेश्वर का भवन में जाने वाला रास्ता. അതിന്റെ അർത്ഥം ദൈവിക ആ ആലയത്തിലേക്ക് പോകാനുള്ള വഴി वचन में क्या നമുക്കറിയാം. लिखा है? വചനത്തിൽ എന്താണ് सियोन എഴുതിയിരിക്കുന്നത്? की ओर जाने वाला रास्ता जिसको जानते हैं वो धन्य है. വചനത്തിൽ എഴുതിയിരിക്കുന്നത് സിയോനിലേക്ക് പോകാനുള്ള വഴി അറിയുന്ന വ്യക്തി ആരാണോ അവരാണ് ഭാഗ്യവാന്മാർ. मतलब समस्या जब आएगा, അതിന്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ शक्ति पाने के लिए, सामर्थ पाने के लिए, അവരുടെ ജീവിതത്തിൽ ശക്തിയും സാമർത്ഥ്യവും പ്രാപിക്കുവാൻ बल വേണ്ടി, पाने के लिए, ബലം പ്രാപിക്കുവാൻ വേണ്ടി प्रभु के पास जाने का रास्ता जानते हैं उस व्यक्ति धन्य है. കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ള വഴി അറിയുന്ന വ്യക്തി ना ഭാഗ്യവാന്മാർ. तो प्रभु से कैसे मदद मांगेगा ये जानने वाला व्यक्ति धन्य है. അല്ലെങ്കിൽ കർത്താവിനോട് എങ്ങനെയാണ് സഹായം ചോദിക്കാൻ പറ്റുന്നത് അത് അറിയുന്ന വ്യക്തി मैं ഭാഗ്യവാന്മാർ. आपको पूछना चाहता हूँ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ क्या आपको ആഗ്രഹിക്കുന്നു, जानते हैं प्रभु से നിങ്ങൾക്കറിയാമോ कैसे मदद मांगेगा? കർത്താവിനോട് എങ്ങനെ സഹായം ചോദിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? आपको जानते हैं समस्याओं को कैसे सामना करना है? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ എങ്ങനെ നേരിടണമെന്ന്? बहुत सिंपल है. വളരെ സിമ്പിൾ ആണത്. प्रभु को उपस्थिति में थोड़ा देर बैठना है, ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിക്കുക, परमेश्वर का वचन लेके बैठना है. ദൈവത്തിന്റെ വചനമായിട്ട് ദൈവസന്നിധിയിലിരിക്കുക. परमेश्वर का वचन का एक विशेषता, കർത്താവിന്റെ വചനത്തിന്റെ ഒരു വിശേഷത, अपना परमेश्वर वचन का द्वारा बात करने वाला परमेश्वर, നമ്മുടെ കർത്താവ് ദൈവിക വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നവനാണ്. आवाज सुन सकते, നമുക്ക് കർത്താവിന്റെ ശബ്ദ വചനത്തിൽ കൂടി കേൾക്കുവാൻ കഴിയും. हमें अगुवाई प्राप्त कर सकते. നമുക്ക് കർത്താവിൽ നിന്ന് ആലോചന പ്രാപിക്കുവാൻ കഴിയും. मूसा ने परमेश्वर से कहा, മോശ ദൈവത്തോട് പറഞ്ഞു, प्रभु आपका रास्ता मुझे दिखाओ. കർത്താവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. निर्गमन का पुस्तक है 33वां अध्याय में, ആവർത്തനം निर्गमन एक्सोडस, പുറപ്പാട് 33 उसमें दो बातों मूसा ने परमेश्वर से मांगा है. അവിടെ രണ്ട് കാര്യമാണ് മോശ ദൈവത്തോട് पहले ചോദിക്കുന്നത്. उन्होंने कहा, ആദ്യം മോശ പറഞ്ഞത്, अगर मेरे ऊपर कृपा है तो आपका रास्ता मुझे दिखाओ. കർത്താവേ എന്റെ മേൽ നിന്റെ കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ उस കാണിക്കണമേ. 13वां आयत और एक बार पढ़ लीजिए. 13-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 13वां आयत 33 का 13 कोई पढ़ के मदद कर. 33-ന്റെ 13 വായിച്ച് സഹായിക്കാം. अब यदि मुझ पर तेरी अनुग्रह की दृष्टि हो हाँ, तो मुझे अपनी गति समझा दे, अपनी गति जैसे समझा अब दे. मैं हाँ, जिससे जब मैं तेरा ज्ञान पाऊं तब तेरे अनुग्रह की दृष्टि मुझ पर बने रहे. फिर यह भी ध्यान रख कि यह जाति तेरी प्रजा है. बस बस. मलयालम में थोड़ा बहुत ऐसे लिखा है, अगर आपका अनुग्रह मेरे ऊपर है तो, മലയാളത്തിൽ ഇപ്രകാരമാണ് എഴുതി, കർത്താവ് നിന്റെ കൃപ എന്റെ മേലുണ്ടെങ്കിൽ अपनी गति मुझे समझा दीजिए. കർത്താവെ നിന്റെ വഴി എന്നെ കാണിക്കണമേ. हालेलुया. दूसरा लाइन में लिखा है, മറ്റൊരു ലൈനിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, मैं तुझे जानना चाहता हूँ. കർത്താവെ ഞാൻ നിന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. मैं तुझे जानना चाहता हूँ. I want to know you. കർത്താവെ എനിക്ക് നിന്നെ അറിയണം. सिर्फ इतना नहीं, അത്രമാത്രമല്ല, मैं आपका पद्धति जानना चाहता हूँ. കർത്താവ് നിന്റെ പദ്ധതി എനിക്കറിയണം. सिर्फ इतना नहीं, आपका प्लान, आपका गति में जानना चाहता हूँ. കർത്താവെ നിന്റെ വഴിയും പദ്ധതി എനിക്കറിയണം. അത്രമാത്രമല്ല, पर्सनली आपको जानना चाहता हूँ. അത്രമാത്രമല്ല വ്യക്തിപരമായിട്ട് എനിക്ക് കർത്താവിനെ ഒന്ന് അറിയണം. ऊपर का आयत में मूसा को परमेश्वर ने कहा, മുകളിലോട്ടുള്ള വാക്യം നോക്കുമ്പോൾ മോശയോട് ദൈവം ഇപ്രകാരം പറയുകയാണ്, मैंने बहुत करीब तुझे जानते हैं. ഞാൻ നിന്നെ നന്നായി അടുത്തറിഞ്ഞിരിക്കുന്നു. मेरा तरस, मेरा अनुग्रह तेरे ऊपर है. എന്റെ കൃപ നിന്നോട് കൂടെയുണ്ട്. 12वां आयत में 12-ാം വാക്യം, God said that I know you very close. യഹോ മോശയോട് പറയാണ്, ഞാൻ നിന്നെ കൂടുതൽ അടുത്തറിഞ്ഞിരിക്കുന്നു. परमेश्वर ने कहा, रे बहुत अच्छा से मूसा मैं तुझे जानते. ദൈവം പറയാണ്, മോശ എനിക്ക് നിന്നെ നന്നായി അറിയാം. हालेलुया. सुन, तू मुझसे कहता है इन लोगों को ले चल, परंतु यह नहीं इन लोगों को लेके आगे जाओ. परंतु यह नहीं बताया हाँ, कि तू तेरे संग किसको भेजेगा. हाँ, तो भी तूने कहा है
तेरा नाम मेरे चित्त में बसा है और मुझ पर मेरा अनुग्रह की दृष्टि। देखो मलयालम बाइबल में लिखा है, मैंने तुझे बहुत करीब जानता हूँ। മലയാളത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. परमेश्वर ने कहा है, मैं तुझे बहुत करीब जानता हूँ, ദൈവം മോശയോട് പറയാണ്, ഞാൻ നിന്നെ നന്നായി അടുത്തറിഞ്ഞിരിക്കുന്നു, मेरा कृपा तेरे साथ में है। എന്റെ കൃപ നിന്നോട് കൂടെയുണ്ട്. परमेश्वर मूसा को अच्छा से जानते हैं। ദൈവം മോശയെ നന്നായിട്ട് അറിയുന്നവനാണ്. परमेश्वर उसका कृपा मूसा पर रखा है। ദൈവം തന്റെ കൃപ മോശയുടെ മേൽ വെച്ചിരിക്കുന്നു. और परमेश्वर ने मूसा को ये भी कहा, പിന്നെ മോശയോട് ദൈവം ഇപ്രകാരം പറയുന്നു, प्रजा को लेके आगे जाओ, ഈ ജനത്തെ കൊണ്ട് മുന്നോട്ട് പോകുക. लेकिन ये नहीं कहा ഇത് പറഞ്ഞില്ല, हालेलुया कौन मेरे साथ में आए। മോശയുടെ കൂടെ ആര് വരുമെന്ന് കർത്താവ് പറഞ്ഞില്ല. आपको जानते, നിങ്ങൾക്കറിയാമോ, 33वां अध्याय बोलेगा तो 33-ാം അധ്യായം പറയുകയാണെങ്കിൽ ये मूसा का बुलावट के बाद में काफी समय बाद में लिखा हुआ है। तो മോശയെ കർത്താവ് വിളിച്ചതിന് ശേഷം കുറെ നാളിന് ശേഷം എഴുതിയൊരു അധ്യായമാണ് ये 33-ാം पहले അധ്യായം. बार होरेब के चोटी पर मूसा का जो मुठभेद परमेश्वर के साथ में हुआ तभी लिखा हुआ आए तो नहीं, ഹോരേ പർവ്വതത്തില് ദൈവവും മോശയുമായിട്ടുള്ള ആ एनकाउंटर എൻകൗണ്ടറിന്റെ സമയത്ത് എഴുതിയ കാര്യമല്ല ഇത്. इससे काफी समय बाद में लिखा हुआ बात है। അതിനുശേഷം ഒത്തിരി നാളിന് ശേഷം എഴുതിയ കാര്യമാണിത്. अरे पहाड़ का चोटी पर परमेश्वर ने मूसा को प्रकट करके दिया, ഹോരേ പർവ്വതത്തിന്റെ മുകളില് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. और मूसा को कहा मैं तेरे साथ में हारून को भेजेगा। മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഒപ്പം അഹരോനെ അയക്കും. तो हारून साथ में यात्रा किया। അഹരോൻ അങ്ങനെ കൂടെ യാത്ര ചെയ്തു. आपको जानते हैं, मिस्री देश में जब पहले बार मूसा पहुंचा अकेला नहीं था, हारून साथ में था। മിസ്രൈം ദേശത്ത് ആദ്യമായിട്ട് മോശ എത്തിയപ്പോൾ തനിയല്ല, അഹരോനും കൂടെ ഉണ്ടായിരുന്നു. इस्राएल का प्रजा को छुड़ा के लेके आ रहे, ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. लाखों लाखों लोग उनके साथ में हैं। ലക്ഷക്കണക്കിന് ജനം അവരുടെ കൂടെയുണ്ട്. और निर्गमन का पुस्तक का पहले अध्यायों में ही വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ हम തന്നെ देख सकते हैं जो इस्राएल का लोगों का प्रथम युद्ध, ഇസ്രായേൽ മക്കളുടെ ആദ്യത്തെ യുദ്ധത്തെ പറ്റി നമ്മളിവിടെ കാണുന്നു. अमालेकियों का विरुद्ध में जब युद्ध किया, लड़ा, അമാലേക്യർക്ക് വിരോധമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ मूसा ने उस पहाड़ के ऊपर बैठ के उसका हाथों को ऊपर करके उन्होंने जब प्रजा के लिए विश्वास किया, മോശ ഹോരേ പർവ്വതത്തിൽ നിന്നുകൊണ്ട് കരം ഉയർത്തി തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ചു. तभी अमालेकियों के ऊपर बहुत बड़ा जीत परमेश्वर ने दिया। അമാലേക്യർ മേളില് മോശയ്ക്ക് വലിയ ജയം കൊടുത്തു ജനത്തിന്. उधर हम जानते हैं, അവിടെ നമുക്കറിയാം, हालेलुया, मूसा का हाथ जब तक जाते था, മോശയുടെ കരം ക്ഷീണിച്ചു പോയിരുന്നു. 2 जन उसका दोनों बाजू में था। രണ്ടുപേര് നിന്നുകൊണ്ട് രണ്ട് സൈഡിൽ മോശയുടെ കരത്തെ एक താങ്ങിക്കൊടുത്തു. साइड में हूर और दूसरे साइड में हारून और हूर दो साइड में था। അഹ്റോനും ഹൂരും രണ്ട് സൈഡിൽ ഉണ്ടായിരുന്നു കരം താങ്ങുവാൻ तो अभी വേണ്ടി. कितने लोग मूसा के साथ में हैं? ഇപ്പോൾ എത്ര പേര് മോശയുടെ കൂടെ ഉണ്ട്? अकेला नहीं, തനിയല്ല മോശ, हारून और हूर है। അഹ്റോനും ഹൂരുമുണ്ട്. हारून बोलेगा तो उसका सब भाई है। അഹ്റോൻ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരനാണ്. हूर कौन है? ഹൂരാരാണ്? हूर मूसा का बहन मिरियाम का पति है। മോശയുടെ സഹോദരിയ മിരിയാമിന്റെ ഭർത്താവാണ് तो ഹൂര്. एक साइड में हालेलुया भाई बैठा है, ഒരു സൈഡിൽ തന്റെ സഹോദരനുണ്ട്, दूसरा साइड में साला साहब बैठा है। മറ്റൊരു സൈഡിൽ തന്റെ സഹോദരിയുടെ ഭർത്താവുമുണ്ട്. हाँ हालेलुया, दोनों जन दोनों साइड में बैठा है। രണ്ടുപേര് രണ്ട് अरे സൈഡിലുണ്ട്. मूसा, इससे बढ़कर कौन चाहिए? മോശ ഇതിൽ കൂടുതലായിട്ട് നിനക്ക് സഹായത്തിന് आपका ആരെയൊക്കെ परिवार വേണം? भी साथ में है, पत्नी का परिवार भी साथ में है, മോശയുടെ കുടുംബം കൂടെയുണ്ട്, സഹോദരിയുടെ കുടുംബം കൂടെയുണ്ട്. फुल फैमिली सपोर्ट है। ഫുൾ ഫാമിലി സപ്പോർട്ട് മോശയ്ക്കുണ്ട്. ये काम है तो देखो, लड़ने के लिए जोशुआ जैसे नौजवानों तरह आगे खड़ा ഈ है। യുദ്ധത്തിൽ പോരാടുവാൻ യോശുവയെ പോലുള്ള ചെറുപ്പക്കാരൻ നിന്റെ കൂടെയുണ്ട്. क्या तेरे साथ में कोई नहीं? നിന്റെ കൂടെ ആരുമില്ലയോ എന്നെങ്കിലും? हालेलुया। अभी मूसा कह रहे, ഇപ്പോൾ മോശ പറയുകയാണ്, तूने मुझसे कहा प्रभु तुम मुझे बहुत करीब जानते, കർത്താവേ നീ പറയുകയാണ് നീ എന്നെ നന്നായി അറിയുന്നുവെന്ന്. और तेरा अनुग्रह का दृष्टि मेरे ऊपर है, എനിക്ക് നിന്നോട് കൃപയുണ്ടെന്ന് നീ പറയുന്നു. लेकिन ये कहा नहीं എന്നാൽ കർത്താവ് നീ ഇത് मेरे പറഞ്ഞില്ല, साथ में तुम किसको भेजेगा? എന്റെ കൂടെ നീ ആരെ അയക്കുമെന്ന് നീ പറഞ്ഞില്ല. हारून क्या कम है? അഹ്റോൻ ചെറിയൊരാളാണോ? हूर साथ में नहीं है? ഹൂര് കൂടെ ഇല്ലയോ? जोशुआ जैसे वॉरियर्स है ना, योद्धाओं साथ में യോശുവയെ नहीं പോലുള്ള നല്ല യോദ്ധാവ് കൂടെ ഇല്ലയോ? है? लोग सब साथ में है, ഇവരെല്ലാം മോശയുടെ കൂടെയുണ്ട്. लोग सब साथ में है तो भी ഇവരെല്ലാം കൂടെ ഉണ്ടെങ്കിലും मूसा अभी भी तृप्त नहीं। മോശ ഇപ്പോഴും തൃപ്തനല്ല. कौन आपके साथ में है मदद करने के लिए? ആര് എന്റെ കൂടെയുണ്ട് സഹായിക്കുവാൻ? इससे तृप्त मत हो जाओ। അതിൽ നിങ്ങൾ തൃപ്തരാകരുത്. काफी के ना हालेलुया रिसोर्सेस आपके पास होगा, അനേക ഉറവിടം काफी നമുക്കുണ്ടായിരിക്കാം, सोतावों आपके पास होगा, അനേക ഉറവ നമുക്ക് ചുറ്റും आश्रय ഉണ്ടായിരിക്കാം, रखने के लिए काफी लोग होगा, ആശ്രയം വെക്കും അനേകരുണ്ടായിരിക്കാം, बड़े लोग होगा, വലിയ വലിയ ആൾക്കാർ पैसा वाला നമുക്കുണ്ടായിരിക്കാം, लोग होगा, പൈസയുള്ള ധാരാളം सामर्थी ഉണ്ടായിരിക്കാം, लोग होगा, നല്ല ശക്തിയുള്ള ധാരാളം रिश्तेदार ഉണ്ടായിരിക്കാം, होगा। ബന്ധുക്കൾ ഉണ്ടായിരിക്കാം.
पहले के जमाने में ऐसे कहते था बंधु बल, बंधु बल। പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പറയായിരുന്നു ബന്ധുബലം എന്ന് പറയുമായിരുന്നു. अगर रिश्तेदारों बहुत पावरफुल होते तो हमें ऐसे थोड़ा चैन मिलते था, लगते था कोई मेरा साथ में है। ബന്ധുക്കൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുണ്ടെങ്കിൽ നമ്മൾ പറയുമായിരുന്നു നമുക്ക് വലിയ സപ്പോർട്ടായിട്ട് ഒത്തിരി पहले का ആൾക്കാരുണ്ടായിരുന്നു. जमाना में ऐसे सोचते था बच्चों ज्यादा होते तो अच्छा है। പഴയ കാലത്ത് ഇങ്ങനെയും പറയുമായിരുന്നു ധാരാളം മക്കളുണ്ടെങ്കിൽ നല്ല ബലമാണ് എന്ന്. मलयालम में लगभग पुत्र संपत्ति कहते हैं, पुत्र संपत्ति बोल सकते हैं। മലയാളത്തിൽ നമുക്ക് പുത്രസമ്പത്ത് എന്ന് പറയാം. मतलब बच्चों ज्यादा है तो बहुत रिच होते थे, കുഞ്ഞുങ്ങൾ അന്നത്തെ കാലത്ത് ധാരാളം ഉണ്ടെങ്കിൽ വളരെ ധനവാന്മാരായിരുന്നു, പുത്രന്മാർ ബലമുണ്ടായിരുന്നു. आते था बच्चों काम में आते था। ആ കുഞ്ഞുങ്ങൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗമായി തീരുമായിരുന്നു. संगीत 137 में लिखा है उससे जिसका तर्कस बराए वो धन्य है। സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു 127 127 എഴുതിയിരിക്കുന്നു അവയാൽ അവയാൽ തന്റെ ആവുന്ന അഴി നിറച്ച മനുഷ്യന് ഭാഗ്യവാൻ. हालेलुया। बच्चों से जिसका तर्कस बराए वो धन्य है। കുഞ്ഞുങ്ങളെ കൊണ്ട് തന്റെ ആവുന്ന അഴി നിറച്ച മനുഷ്യൻ ഭാഗ്യവാൻ. पुत्रों ज्यादा होते तो अच्छा था, പുത്രന്മാർ ധാരാളം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അന്ന് बंधुबल होते तो अच्छा था। ബന്ധുബലം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അന്നത്തെ लेकिन കാലത്ത്. परमेश्वर का वचन एक बात आपको मुझको कह के देते हैं, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെല്ലാം പഠിപ്പിക്കുന്ന ഒരു इनमें കാര്യം, किसी के ऊपर आश्रय रखे आप कामयाबी ना होने वाला है, आप जीतने वाला नहीं है। ഇതിലൊന്നിലും ആശ്രയിച്ച് നമുക്ക് ആർക്കും ജയിക്കുവാനോ വിജയിക്കുവാനോ बल കഴിയില്ല. का सही सोता ബലത്തിന്റെ ശരിയായ ഉറവിടം भाइयों और जैसे रिश्तेदारों नहीं, നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ബന്ധുക്കളോ അല്ല, आपका सही सौदा, बल का सौदा നമ്മുടെ ശരിയായ ബലത്തിന്റെ ഉറവിടം हालेलुया प्रभु का उपस्थिति है। കർത്താവിന്റെ സാന്നിധ്യമാണ്. इसलिए जिसको प्रभु का उपस्थिति में जाने का रास्ता जानते हैं, ആർക്കാണോ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള വഴി അറിയുന്നവർ, परमेश्वर का वचन यूं कहते हैं वो धन्य है। ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ ഭാഗ്യമുള്ളവരാണ്. हालेलुया। ഹല്ലേലൂയ. जिसको जानते हैं समस्या आएगा, तकलीफ आएगा, तभी किसके पास जाना है? അവർക്കറിയാം പ്രശ്നങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ആരുടെ അടുക്കിലേക്ക് പോകണമെന്ന്. अपना गलती നമ്മുടെ തെറ്റ്. हम काफी रास्ता में जाके, काफी जगहों में जाके खटखटाने के बाद में നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല ഡോറുകളിൽ പോയി മുട്ടിയതിന് ശേഷം सारे रास्ता बंद हो जाते हैं, എല്ലാ വഴികളും നമ്മുടെ മുന്നിൽ അടഞ്ഞു കഴിയുമ്പോൾ आखिरी में परमेश्वर का दरवाजा में खटखट നമ്മൾ അവസാനമാണ് ദൈവസന്നിധി വന്ന് ദൈവത്തിന്റെ കഥകൾ മുട്ടുന്നത്. नहीं, ये सही रीति नहीं। ഇതൊരിക്കലും ശരിയായ രീതിയല്ല. बाकी सभी रास्ताओं में, बाकी सभी दरवाजों में खटखटाने से पहले നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ വാതിലിന്റെ അടുക്കൽ പോകുന്നതിന് മുന്നേ മുട്ടുന്നതിന് മുൻപ് തന്നെ जानना चाहिए किसके दरवाजा में നമ്മൾ खटखटाना। അറിയേണ്ടത് ആവശ്യമാണ് ആദ്യം ഏത് വാതിലാണ് बल മുട്ടേണ്ടത്. जिसका परमेश्वर पर है, ബലം ആരുടേതാണോ ദൈവത്തിലുള്ളത്, जिसको परमेश्वर का भवन में जाने का रास्ता जानते हैं, ആർക്കാണോ ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള വഴി അറിയാവുന്നവർ, वो पुरुष धन्य है। ആ പുരുഷൻ ധന്യനാണ്, आज रात में ഭാഗ്യവാനാണ്. आप सबको कहना चाहते ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടെല്ലാം പറയുകയാണ്, प्रभु हालेलुया, हालेलुया आपके लिए द्वार खोलेगा। കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ जब आपने തുറക്കും. दरवाजा में खटखटाएगा, നിങ്ങൾ വാതിൽ മുട്ടുമ്പോൾ हालेलुया प्रभु आपके लिए रास्ता खोलेगा। കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. प्रभु एक रास्ता खोलेगा तो वो कोई भी बंद नहीं कर पाएगा। കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ വാതിൽ आज തുറന്ന് रात को ആർക്കും അത് परमेश्वर അടയ്ക്കാൻ का आत्मा കഴിയില്ല. आप में से कुछ लोगों को कह रहे हैं, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ചില कोई भी വ്യക്തികളോട് बंद പറയുകയാണ്, नहीं कर सकते वैसे एक रास्ता सब प्रभु खोल सकते हैं। ആർക്കും അടച്ചുകൂടാൻ പറ്റാത്ത വാതിലുകൾ കർത്താവിന് മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ. खोलने वाला रास्ता बंद हो जाएगा, മനുഷ്യൻ തുറക്കുന്ന വാതിലുകളെല്ലാം അടയുവാൻ मनुष्य സാധ്യതയുണ്ട്. खोलने वाला सोता सूख जाएगा, മനുഷ്യർ തുറക്കുന്ന ഉറവുകളെല്ലാം അത് ഉണങ്ങിപ്പോകാൻ लेकिन कभी ഇടയാകും. भी ना सूखने वाला सोता सिर्फ परमेश्वर खोल सकते हैं। എന്നാൽ ഒരിക്കലും പറ്റാത്ത ഉറവ തുറക്കുവാൻ അത് നമ്മുടെ ദൈവത്തിന് മാത്രമേ इस സാധിക്കുള്ളൂ. मीटिंग में मैं शामिल हो गया, प्रभु का आत्मा मुझे कहा ഈ മീറ്റിംഗ് ചേർന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പ്രകാരം कुछ പറഞ്ഞു, लोगों को कहने के लिए ചില പ്രിയമുള്ളവരോട് പറയാൻ कोई भी വേണ്ടി, बंद नहीं कर सकते वैसे एक द्वार प्रभु आपके लिए खोले। ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കും. केसिया यूपी उस आईडी में बेटा को प्रभु ने कहा रे കെസിയ യുപിയിൽ ഐഡിയിലിരിക്കുന്ന മോളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, प्रभु आपके लिए रास्ता खोलेगा। ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. मनुष्य के ऊपर भरोसा रखेगा तो हम तक जाएगा, മനുഷ്യരുടെ മേൽ നീ ആശ്രയിച്ചാൽ നമ്മൾ ക്ഷീണിച്ചു लेकिन പോകും. परमेश्वर पर जो भरोसा रखा है, എന്നാൽ ദൈവത്തിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്, कह रहे वो निर्डर रहेगा। ദൈവത്തിന്റെ ആത്മാ പറയാണ് അങ്ങനെയെങ്കിൽ जो നിർഭയമായിരിക്കേണ്ടിയാകും. नालिया का जो नदी का किनारे में लगाया वृक्ष का समान, ആ നദിയുടെ സൈഡിൽ അരികിൽ നട്ടിരിക്കുന്ന വൃക്ഷം वो പോലെ हमेशा हरा रहेगा, അതെപ്പോഴും उसका പച്ചയായിരിക്കേണ്ടിയാകും. पत्ता मुरझने वाला नहीं। അതിന്റെ ഇലകൾ ഒരിക്കലും വാടിപ്പോകുകയില്ല. बल का सोता के पास जो जाने के लिए जानते हैं, ആ ബലത്തിന്റെ ആ ഉറവിലേക്ക് പോകാൻ വഴി അറിയാവുന്നവർ. भजन संगीता 84 में लिखा है, സംഗീതം 84 എഴുതിയിരിക്കുന്നു, परमेश्वर का भवन में जाने वाला ना तो
सियोन की ओर जाने वाला रास्ता का जूदी जिन्होंने रखते हैं, സിയോനിലേക്ക് പോകുവാനുള്ള വഴി അറിയുന്നവർ, അത് ഓർപ്പിക്കുന്നവർ, वो धन्य है, അവര് ഭാഗ്യമുള്ളവരാണ്. धन्य है। അവര് ഭാഗ്യമുള്ളവരാണ്. समस्याओं में आएगा, संकटों में आएगा, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, मुसीबतों जीवन में आएगा, ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, जिसको जानते हैं എന്നാൽ അവർക്കറിയാം how to handle it, എങ്ങനെ അതിനെ നേരിടണമെന്ന് അവർക്കറിയാം. हैंडल करेगा, അതിനെ वो എങ്ങനെ जानते हैं എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. कैसे हैंडल करना है। എങ്ങനെ ഹാൻഡിൽ ചെയ്യും. बल के सौदे के पास जाना है, ബലത്തിന്റെ ഉറവിലേക്ക് അപ്പോൾ പോണം. उस स्थिति में बैठना है, ദൈവസന്നിധിയിൽ ഇരിക്കണം. उस रास्ता कभी भी भूलना नहीं, ആ വഴി ഒരിക്കലും നമ്മൾ മറക്കരുത്. परमेश्वर के बच्चों कभी भी भूलना नहीं। ദൈവത്തിന്റെ മക്കളെ, ആ വഴി ഒരിക്കലും നിങ്ങൾ മറക്കരുത്. जब आपका जीवन में कुछ इम्पोर्टेंट विषय आएगा, कुछ समस्या आएगा, നിങ്ങളുടെ ജീവിതത്തിൽ ചില ഇമ്പോർട്ടന്റ് ആയ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു आपके വരുമ്പോൾ पास एक लिस्ट होगा, നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കാം. मन में आप देखेगा നിങ്ങൾ മനസ്സിൽ ചിന്തിക്കും, किसको फोन करूं, ആരെയൊക്കെ ഫോൺ ചെയ്യണം, कौन मदद में आएगा। ആരെനിക്ക് സഹായത്തിന് വരും. उस लिस्ट में काफी नाम हो, ആ ലിസ്റ്റിൽ നമുക്ക് അനേക പേരുകൾ ഉണ്ടായിരിക്കാം. उनको फोन करने से पहले അവർക്ക് നിങ്ങൾ ഫോൺ ചെയ്യുന്നതിന് മുൻപ് आपको जानना चाहिए നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. और जाने का रास्ता, ദൈവത്തിലേക്ക് പോകാനുള്ള വഴി, उस स्थिति में जाने का रास्ता, ദൈവസന്ധി പോയിരിക്കാനുള്ള വഴി നിങ്ങൾ അറിയണം. प्रायोरिटी ആദ്യം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആദ്യത്തെ പേര് आपको रखना है। നിങ്ങൾ അവിടെ വെക്കേണ്ടത്. ओ मैं मेरा आंखों को पहाड़ की ओर लगाता, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. मेरा मदद कहाँ से आएगा, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? मेरा मदद आकाश और धरती को बनाया परमेश्वर का ओर എന്റെ से। സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ तो നിന്ന് आपको വരുന്നു. जानना चाहिए किसके ओर से आपका मदद നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്, എവിടെ നിന്നാണ് നമുക്ക് സഹായം വരുന്നതെന്ന്. कोई भी जगह से आपका मदद नहीं आएगा। മറ്റൊരു സ്ഥലത്തും നമുക്ക് ഒരിക്കലും സഹായം വരികയില്ല. हालेलुया। हालेलुया। किसी से बात कर रहे थे, കുറച്ച് ദിവസം മുന്നേ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ उन्होंने कहा അദ്ദേഹം പറഞ്ഞു, ऐसे काफी विचारधाराओं में ऐसे होते അനേക विश्वास। വിശ്വാസങ്ങൾ ഇങ്ങനെയുണ്ട്. हालेलुया। कोई कुछ प्रत्येक विषय के लिए उस संत उसके पास जाके प्रार्थना करना। ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ചില പുണ്യവാളന്മാരോട് പ്രാർത്ഥിക്കണം. कैथोलिक faith they have different saints। കാത്തലിക് വിശ്വാസത്തിൽ അവർക്ക് അനേക പുണ്യവാളന്മാരുണ്ട്. तो हर saint को कोई एक जिम्मेदारी दी है, ഓരോ പുണ്യവാളന്മാർക്കും അവരോരോ ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. समस्या के लिए उस संत के पास जाना पड़ता है। ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ അവര് ഓരോരോ പുണ്യവാളന്റെ അടുത്താണ് और दूसरा പോകുന്നത്. समस्या आएगा तो ये नहीं कर पाएगा, उनके पास दूसरे के पास जाना। മറ്റൊരു പ്രശ്നം വരുമ്പോൾ ഈ പുണ്യവാളിന് ചെയ്യാൻ കഴിയില്ല, വേറെ അടുത്ത് പോകണം. तो एक बहन ने ऐसे कहा, ഒരു സഹോദരി പ്രകാരം പറഞ്ഞു, उन्होंने हफ्ते का हर दिन में ऐसे कोई उपवास रखा, ആഴ്ചയിൽ എല്ലാ ദിവസവും ആ സഹോദരി ഉപവാസം വെച്ചിരിക്കുകയാണ്. एक संत के नाम लेके प्रार्थना कर रहा था, ഒരു ദിവസം ഒരു പുണ്യാളിന്റെ പേര് വെച്ച് ഉപവസിക്കും. अगले दिन दूसरा, അടുത്ത ദിവസം അടുത്ത പുണ്യാളൻ, तीसरे दिन और भी कोई दूसरा, മൂന്നാം ദിവസം മൂന്നാമത്തെ പുണ്യാളൻ. और ऐसे 7 दिनों अलग अलग लोगों को बुला के प्रार्थना। അങ്ങനെ 7 ദിവസം 7 പുണ്യാളന്മാരെയും വിളിച്ച് അവർ और समस्या പ്രാർത്ഥിക്കും. तो और भी ज्यादा है പ്രശ്നങ്ങൾ പിന്നെയും കൂടുകയാണ്. उनके हाथ में, लेकिन सिर्फ 7 दिन है। ഇവർ ഈ സ്ത്രീക്ക് ആകെ 7 ദിവസമേ अभी ഉള്ളൂ. बाकी संत लोगों का दरवाजे में खटखटाने के लिए टाइम नहीं है। ബാക്കി പുണ്യാളന്മാരുടെ വേണ്ടി പ്രാർത്ഥി ഉപവസിക്കാൻ സമയമില്ല. उनके हाथ में जो समय है बस 7 दिन है। അവർക്കുള്ള ദിവസം ആകെ 7 ദിവസമേ ഉള്ളൂ. हालेलुया। ഹല്ലേലൂയ. मेरा दिल में क्या याद आते हैं मालूम है? എന്റെ ഹൃദയത്തിൽ എന്താണ് ഓർമ്മ വരുന്നത്? हम कभी कुछ गवर्नमेंट ऑफिस में जाएगा, നമ്മൾ ചില ഗവൺമെന്റ് ഓഫീസുകളിൽ പോകുമ്പോൾ अलग अलग खिड़की है, വ്യത്യസ്തമായ ഓരോരോ വാതിലുകളുണ്ട്. हम कोई जगह में जाएगा तो कहेगा 5 नंबर खिड़की में जाओ, അവർ പറയും ഈ അടുത്ത 5-ാം നമ്പറിലേക്ക് പോകാൻ പറയും. 5 नंबर खिड़की में कुछ काम हो रहे हैं। ആ 5-ാം നമ്പറിൽ ചില കാര്യങ്ങൾ നടക്കും. दूसरा काम के लिए आपको 7 नंबर खिड़की में മറ്റൊരു ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവർ പറയും 7-ാം നമ്പറിലേക്ക് പോകാൻ. अलग अलग खिड़की खोल के रखा। വ്യത്യസ്ത രീതിയിലുള്ള ഓരോരോ ജനലുകൾ തുറന്നു വെച്ചിരിക്കും. इससे सब कुछ होने वाला नहीं। ഒരു വാതിൽ തന്നെ എല്ലാം നടക്കുകയില്ല. तो അപ്പോൾ लोग परेशान हो जाते हैं, അവര് ഒത്തിരി ബുദ്ധിമുട്ടും ഇടയാകും. खिड़की से दूसरा खिड़की। ഒരു വാതിൽ നിന്ന് മറ്റൊരു വാതിലേക്ക്. हालेलुया। ഹല്ലേലൂയ. लेकिन एक बात मैं कहना चाहता हूँ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. जब आप परमेश्वर का दरवाजा में खटखटाते, എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ വാതിൽ മുട്ടിക്കഴിഞ്ഞാൽ हालेलुया, वो सिंगल विंडो सॉल्यूशन है। അത് ഒറ്റ വിൻഡോ സൊല്യൂഷൻ उस ആണ്. विंडो से सब कुछ होने वाला। ആ വാതിൽ തന്നെ എല്ലാ മറുപടിയും ഉണ്ട്. अलग अलग जगह जाने का जरूरत नहीं। നിങ്ങൾക്ക് വ്യത്യസ്ത വാതികളിൽ പോയി മുട്ടേണ്ടയോ പോകേണ്ട ആവശ്യമില്ല. एक संत का नाम लेके प्रार्थना करने का जरूरत नहीं है। ഓരോരോ പുണ്യാളുടെ പേരെടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. हालेलुया। हालेलुया। सिंगल विंडो, हालेलुया, सॉल्यूशन। സിംഗിൾ വിൻഡോ, ഒറ്റ വാതിൽ തന്നെ എല്ലാ സൊല്യൂഷനും. एक ही विंडो है। ഒറ്റ വിൻഡോയാണ്. हालेलुया। ഹല്ലേലൂയ.
उस विंडो का विशेषता क्या है? ആ വിൻഡോയുടെ വിശേഷത भजन എന്താണ്? संहिता 121 में लिखा है, സങ്കീർത്തനം 121 എഴുതിയിരിക്കുന്നു, आकाश और पृथ्वी को बनाया परमेश्वर, ആകാശഭൂമി ഉണ്ടാക്കിയ ദൈവം, सर्वशक्तिमान परमेश्वर, സർവശക്തനായ ദൈവം. उसके पास अगर आप पहुंचेगा तो ആ കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ 1000 जगह में खटखटाने का जरूरत नहीं है, 1000 വാതിൽ പോയി മുട്ടേണ്ട ഒരു ആവശ്യവുമില്ല. एक ही जगह से सभी विषयों का एक सोल्यूशन आपको मिलेगा. ഒറ്റ സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുകയാകും. खिड़की की ओर, उस दरवाजा की ओर जाने वाला रास्ता जिसको जानते वो धन्य है. ആ ഒറ്റ വാതിലേക്ക് പോകാനുള്ള വഴി അറിയുന്ന വ്യക്തി वो ഭാഗ്യവാനാണ്. क्या करेगा? അവരെന്ത് ചെയ്യും? भजन संहिता 84 में लिखा है, സങ്കീർത്തനം 84 എഴുതിയിരിക്കുന്നു, उन्होंने आंसू का तराई को അവര് കണ്ണുനീർ താഴ്വരെ जल का सोता बनाने, ജലാശയമാക്കി മാറ്റുന്നു. आंसू का तराई बदलेगा. കണ്ണുനീർ താഴ്വര മാറുവാനിടയാകും. आंसू का तराई, നിങ്ങളുടെ കണ്ണുനീർ आपका താഴ്വര जल का सौदा आपका रिसोर्स बनने वाला നിങ്ങളുടെ ജലാശയമായി നിങ്ങളുടെ റിസോഴ്സായി है. മാറുവാനിടയാകും. सारे सोता वो बंद हो जाए. ബാക്കി എല്ലാ ഉറവുകളും അടഞ്ഞു പോകുമ്പോൾ प्रभु आपके लिए खोलने वाला सोता कभी सूखने वाला नहीं. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ഉറവ ഒരിക്കലും പറ്റിപ്പോകുകയില്ല. हालेलुया. ഹല്ലേലൂയ. इसलिए प्रभु के उपस्थिति में जाने का रास्ता जिसको जानते वो धन्य है. അതുകൊണ്ടാണ് പറയുന്നത് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള വഴിയറിയുന്ന വ്യക്തി ഭാഗ്യവാന്മാർ. कैसे समस्याओं को सामना करना है ये जानने वाला व्यक्ति धन्य है. എങ്ങനെ പ്രശ്നങ്ങളെ നേരിടണമെന്ന് അറിയുന്ന വ്യക്തി ഭാഗ്യവാൻ. क्या आपको जानते हैं कैसे समस्याओं को सामना करना है? നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടേണ്ടത്? Normally how you used to face issues or problems in your life. നോർമലി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടുന്നത്? आप कैसे सामना करते हैं? നിങ്ങൾ എങ്ങനെയാണ് അതിനെല്ലാം നേരിടുന്നത്? कुछ लोग बहुत टेंशन में आ जाते हैं, ചിലർ വളരെ ടെൻഷൻ ആകുക പ്രശ്നങ്ങൾ വരുമ്പോൾ, बहुत व्याकुल हो जाते हैं, ചിലർ വളരെ വ്യാകുലപ്പെടും അത് ഓർത്ത്. हाथ पैर मार के हालेलुया बहुत हालेलुया तकलीफ में चला जाते हैं. വളരെ പ്രശ്നങ്ങളിൽ കൂടി അവർ ആ വിഷയമായിട്ട് കടന്നുപോയിടയാകും. हाथ पैर मारने में कोई मतलब नहीं है. കൈകാലിട്ട് അടിക്കുന്നതിൽ ഒരു കാര്യമില്ല. वचन में क्या लिखा है? ദൈവവചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? Be still. നമ്മൾ നിശബ്ദമായിരിക്കുക. Hallelujah. Know that I am the Lord. കർത്താവ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. आपको निश्चल रहना है. നമ്മൾ നിശ്ചലമായിട്ടിരിക്കുക. जानना है परमेश्वर आपके साथ में है. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. आपको टेंशन लेने का जरूरत നമ്മൾ नहीं. ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. जब समस्या आएगा നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ आपको ज्यादा कुछ करने का जरूरत नहीं. കൂടുതലായി ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. परमेश्वर को उपस्थिति में बैठ के थोड़ा प्रार्थना करना शुरू करो. ദൈവസന്നിധിയിൽ അല്പം പ്രാർത്ഥിക്കുക നിങ്ങൾ തുടങ്ങുക. किसी को फोन करके मदद मांगने से पहले മറ്റുള്ളവരോട് ഫോൺ ചെയ്ത് സഹായം ചോദിക്കുന്നതിന് आपको മുൻപ് आपका जो है ना हालेलुया हॉटलाइन आपको चालू करना है. നിങ്ങളുടേതായ ഹോട്ട് ലൈൻ നിങ്ങൾ ചാലുവാക്കണം. इन द अर्लियर डेज जुना समयों में പഴയ കാലങ്ങളിൽ टेलीफोन सिस्टम थोड़ा अलग रीति में काम करते थे. ടെലിഫോൺ സിസ്റ്റം വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. People they may not understand what I am saying, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്രയും മനസ്സിലാകില്ല. but I am a person from 70s. 70s ഉള്ളവർക്ക് So മനസ്സിലാകും. we are the lucky generation. 70s ഏറ്റവും നല്ല ഭാഗ്യമുള്ള തലമുറയാണ്. सबसे सबसे बेस्ट जनरेशन 70s और 80s में जन्म हो गए जनरेशन है. ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല തലമുറ 70, 80 ജനിച്ചവരാണ്. आज का जमाना का कुछ बच्चों ने कभी नहीं देखा वैसे चीजों हम देखा है. ഇന്നത്തെ തലമുറകൾ കാണാത്ത പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. हमने एनालॉग बोलते हैं, एनालॉग उस जमाना देखा है. एनालॉग അതിനെ അനലോഗ് എന്ന് പറയുന്നു. आज का जमाना डिजिटल जमाना है. ഇന്നത്തെ കാലം ഡിജിറ്റലാണ്. तो हम जैसे लोगों का एक हालेलुया आशीष हम एनालॉग भी देखा, हम डिजिटल भी देखा. ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റലും കണ്ടിട്ടുണ്ട്, അനലോഗും കണ്ടിട്ടുണ്ട്. Those who are in their 40s and 50s they are the best generation. दुनिया का सबसे बेस्ट जनरेशन है. ഇപ്പൊ 40, 50 വയസ്സിലൊക്കെ പോകുന്നവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ജനറേഷനാണ്. बचपन में എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് जब आसाम में मैं रहता था पापा के साथ में, मेरे परिवार के साथ में, എൻ്റെ കുടുംബത്തോട് ഞാൻ ആസാമിലായിരുന്നപ്പോൾ जमाने में कॉल कैसे करते मालूम है? फोन कैसे मतलब आप टेलीफोन कॉल कैसे करते मालूम है? ആ സമയത്ത് ടെലിഫോൺ കോൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? हम एक्सचेंज में कॉल करेगा. നമ്മൾ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ആദ്യം ഫോൺ ചെയ്യും. एक्सचेंज में टेलीफोन एक्सचेंज में कॉल करेगा. ടെലിഫോൺ എക്സ്ചേഞ്ചിലായിരിക്കും ആദ്യം ഫോൺ ചെയ്യുന്നത്. नंबर सिस्टम नहीं है अभी का जैसे नंबर सिस्टम. ഇന്നത്തെ പോലത്തെ ആ നമ്പർ സിസ്റ്റം ഇല്ലായിരുന്നു അന്ന്. फिर उधर एक्सचेंज में जो बैठा है उस व्यक्ति को हम कहेगा എക്സ്ചേഞ്ചിലിരിക്കുന്ന വ്യക്തിയോട് നമ്മൾ പറയും, मुझे केरला में इस जगह में इस नंबर में कनेक्ट करना है. എനിക്ക് കേരളത്തിലെ ഈ വ്യക്തിയിൽ ഈ നമ്പറുമായിട്ട് उसके കണക്ട് आगे ചെയ്യണം. बहुत बड़ा बोर्ड होते हैं.
उसके आगे बहुत बड़े बोर्ड होते हैं, ആ വ്യക്തിയുടെ മുന്നിൽ വലിയ ബോർഡുണ്ട്, उसमें बहुत कनेक्शंस होते हैं। അവിടെ ഒത്തിരി കണക്ഷൻസ് ഉണ്ട്. उन्होंने इस फोन निकाल के केरला जो जाने वाला लाइन में लगाए, അദ്ദേഹം ഈ ഫോണിന്റെ സിസ്റ്റം എടുത്ത് ആ കേരളത്തിലേക്ക് പോകുന്ന ലൈനിൽ तो വെക്കും. कहेगा हम मुझे केरला के साथ में कनेक्ट करके दो। എന്നിട്ട് നമ്മളോട് പറയും ഞാൻ ഇപ്പൊ നിങ്ങളെ കേരളത്തിലെ वो വ്യക്തിയുമായിട്ട് केरला കണക്ട് में ചെയ്യും. कनेक्ट करके उन्होंने केरला में बात करेगा, ആ കേരളത്തിൽ കണക്ട് ചെയ്തിട്ട് ആ വ്യക്തിയോട് आपके लिए സംസാരിക്കും. कोई फोन में इंतजार कर रहा है, നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി ഫോണിൽ तो आप കാത്തിരിക്കുന്നു इस പറയും. व्यक्ति से बात कर दीजिए। നിങ്ങൾ വ്യക്തിയായിട്ട് സംസാരിക്കുമെന്ന് അദ്ദേഹം പറയും. So in 70s it was like that, 70s അങ്ങനെയായിരുന്നു. डायरेक्ट लाइन नहीं है, ഡയറക്റ്റ് ആയിട്ട് ഫോൺ वाया ലൈനിലായിരുന്നു. वाया जाना पड़ा। ഓരോരോ ഇങ്ങനെയുള്ള മാർഗത്തിൽ കൂടി പോകണമായിരുന്നു. हालेलुया। लेकिन उस जमाना में, आज ऐसे नहीं, आज सबको डायरेक्ट कनेक्शन से। ഇന്ന് എല്ലാവർക്കും ഡയറക്റ്റ് കണക്ഷനാണ്. उस जमाना में അന്നത്തെ കാലത്ത് कभी कभी हॉटलाइन रहते थे, हॉटलाइन। ഹോട്ട് ലൈൻ ഉണ്ടായിരുന്നു. So why I'm explaining all these things, because you know the new people, new generation people, they may not be able to understand what I'm saying. जो मैं बोलने वाला बात है उनको जल्दी समझ में नहीं आएगा। പുതിയ തലമുറയ്ക്ക് ഇതൊന്നും നന്നായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. अभी देखो, yesterday I was watching an interview, एक इंटरव्यू में देख रहा था साम मानक शो है ना, भारत का जो बहुत मशहूर एक मिलिट्री जनरल था, उसका एक इंटरव्यू में देखते। ഇന്നലെ ഞാൻ ഒരു സാം എന്ന് പറയുന്ന മിലിറ്ററി ജനറലിന്റെ ഇന്റർവ്യൂ ഞാൻ കാണുകയായിരുന്നു. उन्होंने कहा അതേ പ്രകാരം പറഞ്ഞു, Prime Minister Indira Gandhi was having a hotline connection with me, പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ഞാനുമായിട്ട് ഹോട്ട് ലൈൻ കണക്ഷൻ क्योंकि वो ഉണ്ടായിരുന്നു. मिलिट्री कमांडर है, കാരണം ഈ വ്യക്തി മിലിറ്ററി കമാൻഡർ वो ആയിരുന്നു. वाया वाया कॉल नहीं कर सकते। വയ കോൾ അദ്ദേഹം ചെയ്യാൻ കഴിയുകയില്ല. प्राइम मिनिस्टर को कुछ भी इनके साथ में बोलने के लिए तो പ്രൈം മിനിസ്റ്റർക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും പറയണമുണ്ടായിരുന്നെങ്കിൽ ऑफिस है, പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ये मिलिट्री जनरल का ऑफिस में उनके पास जो फोन है उसके साथ एक डायरेक्ट लाइन लगाया है। മിലിറ്ററി ഓഫീസറിന്റെ അടുക്കിലേക്ക് ഡയറക്റ്റ് ലൈൻ ഉണ്ടായിരുന്നു. प्राइम मिनिस्टर का ऑफिस से फोन उठा के बात करेगा तो डायरेक्ट उधर सुन पाए। പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഫോൺ എടുത്ത് സംസാരിച്ച ഡയറക്റ്റ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുമായിരുന്നു. एक्सचेंज में कनेक्ट करके नहीं मिलिट्री, അപ്പോൾ ഓരോരോ എക്സ്ചേഞ്ചിലേക്ക് കണക്ട് ചെയ്ത് കോൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. डायरेक्ट लाइन, ഡയറക്റ്റ് ആയിട്ടുള്ള ലൈൻ. उसको उस जमाने में बुलाता था हॉट लाइन। അതിനെയാണ് അന്നത്തെ കാലത്ത് ഹോട്ട് ലൈൻ എന്ന് मैं വിളിച്ചത്. आपको कहना चाहता ഞാൻ നിങ്ങളോട് പറയാൻ हूं, you ആഗ്രഹിക്കുന്നു, must have a hotline with heaven। Hallelujah। നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഹോട്ട് ലൈൻ സ്വർഗമായിട്ടുണ്ടായിരിക്കണം. समस्या आएगा, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ किसको कॉल करना है? ആരെയാണ് ആദ്യം കോൾ ചെയ്യേണ്ടത്? आपके पास बहुत बड़ा लंबा लिस्ट होगा। നമുക്ക് വലിയ നീണ്ട ലിസ്റ്റ് ഉണ്ടായിരിക്കാം. केबीसी में सुना है ना, हालेलुया, कौन है, कॉल है फ्रेंड, हालेलुया। केबीसी में कौन बनेगा करोड़पति, उसमें सुना है ना, कॉल है फ्रेंड। കോൾ എ ഫ്രണ്ട് നമ്മൾ तो കേട്ടുണ്ട്. आपने लिस्ट दिया है किसको किसको फोन करना है। അപ്പോൾ നമ്മൾ അവിടെ ലിസ്റ്റ് കൊടുക്കുക ആർക്ക് आपके ഫോൺ पास भी ചെയ്യണമെന്ന്. समस्या आएगा, I know that you may be having a call of friend list, हालेलुया। നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് കാണും കോൾ ചെയ്യാൻ चाचा വേണ്ടി. का नाम होगा, मामा का नाम होगा, നമ്മുടെ അങ്കിളുടെ ഒക്കെ പേരുണ്ടായിരിക്കാം जैसे അതില്. मैंने कहा भाई का नाम होगा, सहोदर- साला भाई का नाम होगा, സഹോദരന്റെ സഹോദരി ഭർത്താവിന്റെ ഒക്കെ പേരുണ്ടായിരിക്കും. कुछ फलाई नहीं है, कुछ मतलब नहीं है उनको कॉल। എന്നാൽ അവരെയൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. कभी उसको कॉल करेगा स्विच ऑफ मैसेज आएगा, അവരെ കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്വിച്ച് ഓഫ് എന്നായിരിക്കും കിട്ടുന്നത്. पहुंच के बाहर है करके आवाज आएगा। ചിലപ്പം പേര് അവർ പരിധിക്ക് अरे बेटा, പുറത്താണെന്ന്. मैं बहुत समस्या में जब तुम्हें फोन करेगा तुम कह रहे मैं पहुंच के बाहर है। നമ്മൾ വലിയ പ്രശ്നങ്ങളുമായിട്ട് അവരെ ഫോൺ ചെയ്യുമ്പോഴാണ് മെസ്സേജ് വരുന്നത് പരിധിക്ക് അപ്പുറമാണ് എന്ന്. कभी कभी हमें सबसे ज्यादा गुस्सा कभी आते हैं मालूम है? നമുക്ക് ചിലപ്പോൾ എപ്പോഴാണ് ഒത്തിരി ദേഷ്യം വരുന്നത്? कभी कभी हम कुछ इम्पोर्टेंट कॉल करने के लिए किसी को कॉल लगाएगा, നമ്മൾ ഇമ്പോർട്ടന്റ് ആയ കോൾ ചെയ്യാൻ ചില ഫോൺ उधर ചെയ്യുമ്പോൾ से उत्तर आएगा, അവിടെ നിന്ന് ഉത്തരം आपने വരും. जिस नंबर को कोशिश किया हो अभी व्यस्त है। നിങ്ങൾ കോൾ ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ ആ കോള് സ്വീകരിക്കുന്നില്ല. നമ്മൾ വലിയ പ്രശ്നത്തിലാണ്. बात करो, बंद करो दूसरा कॉल। നമ്മൾ പറയും സംസാരിക്കോ മറ്റേ കോൾ വെച്ചിട്ട്. അവിടെ എന്ത് മെസ്സേജ്? कॉल किया कॉल, हालेलुया, वो नंबर बिजी, അപ്പോൾ അവിടെ മെസ്സേജ് വരും ആ നമ്പർ ബിസി ആണ് എന്ന്. कोई किसी को कॉल किया, വേറെ മറ്റുള്ളവർ ഫോൺ ചെയ്യുമ്പോൾ उधर क्या आंसर आ रहे, അവിടെ നിന്ന് എന്ത് ആൻസർ വരും? वो पहुंच के बाहर है, അത് പരിധിക്ക് അപ്പുറമാണെന്ന് വരും. से बाहर है, സിഗ്നലിന് പുറത്താണെന്ന് പറയും. कम्युनिकेट नहीं कर पा। കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ मैं आपको कहना चाहता हूँ, ഈ സമയം ഞാൻ നിങ്ങളോട് പറയുന്നു, ऐसे कोई एक हॉटलाइन रखो जीवन में, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഹോട്ട് ലൈൻ വെക്കുക. हमेशा उपलब्ध है, എപ്പോഴും നിങ്ങൾക്ക് बीच ലഭ്യമായിട്ടുള്ള, में कोई विश्वास का जरूरत नहीं है। നടുക്കൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ലാത്ത, हम विश्वासी लोग बीच में किसी को नहीं रखने वाला लोग हैं। നമ്മൾ വിശ്വാസികളായി നമ്മൾ ഒരു മധ്യസ്ഥരെ कोई ഇടയ്ക്ക് संत വെക്കില്ല. लोगों का खिड़की में जाके खटखटाने वाला लोग नहीं, നമ്മൾ ആരും ഒരു പുണ്യാളന്റെ വാതിലിൽ പോയി മുട്ടുന്നവരുമല്ല. हम भी कभी क्या करते हैं, എന്നാൽ പലപ്പോഴും നമ്മളും ചെയ്യുന്നത് आएगा, हम जल्दी सोचेंगे इसको बोलेगा उसको बोलेगा, क्या प्रार्थना
प्रार्थना प्रेयर रिक्वेस्ट बोल പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക ആ വ്യക്തിയോട് ഈ വ്യക്തിയോട് പറയാൻ പ്രാർത്ഥിക്കുവാൻ एक വേണ്ടി. बात आपको कहना चाहता ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. हूं, आपने जिसको फोन करके बताया നിങ്ങൾ ആരോടാണോ ഫോൺ ചെയ്ത് वो വിഷയം शायद പറയുന്നത്, आपके लिए प्रार्थना करने के लिए भूल जाएगा। ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകുമായിരിക്കും. डायरेक्ट एक एक्सेस होना चाहिए। അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഡയറക്റ്റ് ഒരു आपका कमरे में जाके നിങ്ങളുടെ റൂമിലേക്ക് പോയിട്ട്, परमेश्वर का वचन में इसे लिखा है, ദൈവത്തിന് വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, कोठरी में जाके दरवाजा बंद करके നിങ്ങൾ അകത്ത മുറിയിലേക്ക് പോയിട്ട് വാതിലുകളെ അടച്ച് हो कि आपको उस नंबर लगाना है മുട്ടിന്മേൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ നമ്പർ വേണം जिससे നിങ്ങൾ ഡയൽ हमेशा ചെയ്യുവാൻ. मदद आते എപ്പോഴും നിങ്ങൾക്ക് സഹായം ലഭ്യമാകുന്ന നമ്പർ. अलग में आपको भेजेगा नहीं। വിവിധ വാതിലേക്ക് നിങ്ങളെ അയക്കുകയില്ല. അപ്പോൾ वन विंडो सॉल्यूशन ഒറ്റ വിൻഡോ സൊല്യൂഷൻ ആണ്, ഒറ്റ एक ही വാതിൽ, जगह से ഒറ്റ സ്ഥലത്ത് कोई നിന്ന് भी समस्या है उसका सॉल्यूशन എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മറുപടി ഒറ്റ വാതിലുണ്ട്. उधर जाके आपको खटखटाना। അവിടെ പോയി നിങ്ങൾ മുട്ടണം. हालेलुया। जिसको सिय्योन की ओर जाने वाला रास्ता का सूदी रहते वो धन्य है। ആർക്കാണോ സിയോനിലേക്ക് പോകാനുള്ള പെരുവഴി അറിയുന്ന അവർ ഭാഗ്യവാന്മാർ. काफी लोगों का गलती അനേകരുടെ തെറ്റ്, ये लोग ये भूल जाते हैं। അവർ പലപ്പോഴും ഇത് മറന്നു പോകുന്നു. क्या भूल जाते हैं? അവരെന്താണ് മറന്നു പോകുന്നത്? सिय्योन की ओर जाने वाला रास्ता को भूल जाते സിയോനിലേക്ക് പോകാനുള്ള പെരുവഴികൾ അവർ മറന്നു പോകുന്നു. हैं। जीवन में बहुत बिजी हो गए भाई, അവർ പലപ്പോഴും ബിസിയായി മാറുന്നു. अलग अलग है ना समस्याओं में, अलग अलग कामों में व्यस्त हो गया। വ്യത്യസ്തമായ കാര്യങ്ങളിൽ അവർ ബിസിയായി പോകുന്നു. अभी सिय्योन की ओर जाने वाला रास्ता भूल गया। അങ്ങനെ സിയോനിലേക്ക് പോകാനുള്ള വഴികൾ മറന്നു पहले പോകുന്നു. पहले हर मीटिंग में अटेंड करते था, നേരത്തെ എല്ലാ മീറ്റിംഗിലും അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. एक मीटिंग भी छोड़ते नहीं, ഒരു മീറ്റിംഗ് പോലും ഉപേക്ഷിക്കുകയില്ലായിരുന്നു. शाम को मीटिंग में जाते थे। രാവിലെയും വൈകിട്ടും എല്ലാ മീറ്റിംഗ് കടന്നു പോകും. बहुत समस्या होता, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. लेकिन अभी थोड़ा अच्छा नौकरी मिला, എന്നാൽ ഇപ്പം കുറച്ച് നല്ല ജോലിയൊക്കെ ലഭിച്ചു, बिजी हो गया। അല്പം ബിസിയായി തീർന്നു. उसके बाद में संडे आराधना में भी जा नहीं सकते। അതിനുശേഷം സൺഡേ ആരാധനയ്ക്ക് പോലും പോകാൻ കഴിയുന്നില്ല. हालेलुया। ഹല്ലേലൂയ. सिय्योन की ओर जाने वाला रास्ता भूल गया। സിയോനിലേക്ക് പോകാനുള്ള വഴി മറന്നു പോയിരിക്കുന്നു. पास्टर फोन करके पूछेगा, अरे ब्रदर कहाँ में आजकल आता नहीं है? പാസ്റ്റർ ഫോൺ ചെയ്ത് ചോദിക്കും, സഹോദരാ നീ എവിടെയാണ്, ഇന്നത്തെ കാലത്ത് കാണുന്നില്ലല്ലോ पास्टर ചർച്ചില്. जी बहुत बिजी हो गया। പാസ്റ്ററോട് ഇപ്രകാരം പറയും, പാസ്റ്ററെ ഞാൻ ഒത്തിരി आपको ബിസിയാണ്. जानते हैं बिजी उसका मतलब क्या है? നിങ്ങൾക്കറിയാം ബിസിയുടെ അർത്ഥം എന്താണ്? मैंने मेरा कलीसिया में बता के दिया। ഞാൻ ഞങ്ങളുടെ സഭയിൽ പറയുന്നത് कोई मुझे मदद कर सकते हैं? बिजी का मतलब क्या है? BUSY बिजी। BUSY ബിസിയുടെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് അറിയാമോ? कोई मुझे मदद कर सकते हैं? ആർക്കെങ്കിലും പറയാൻ കഴിയാമോ? किसी का मैसेज नहीं आ रहे। बिजी BUSY बिजी। Being under the yoke of Satan. कौन बोला वो? हालेलुया, गॉड ब्लेस यू। बीइंग अंडर द योक ऑफ शैतान, शैतान का जुआ का नीचे। പിശാചിന്റെ അടിമനുഖത്തിന്റെ കീഴില്. हालेलुया। ഹല്ലേലൂയ. अब मत बोलो मैं बहुत बिजी बन गया। നിങ്ങൾ ഒരിക്കലും പറയരുത് ഞാൻ ഒത്തിരി ബിസിയായി मैं തീർന്നു. 2 हफ्ते पहले अपने कलीसिया में कहा, രണ്ടാഴ്ച മുന്നേ ഞങ്ങളുടെ സഭയിൽ പറഞ്ഞു, आप मत बोलो मेरे पास समय नहीं है पास्टर जी। നിങ്ങൾ ഒരിക്കലും പറയരുത് പാസ്റ്റർ ഞങ്ങൾക്ക് आपका സമയമില്ല. सोच क्या है? നിങ്ങളുടെ ചിന്ത എന്താണ്? क्या आपका पूरा काम करने के बाद में बचा हुआ समय परमेश्वर को देगा? നിങ്ങളുടെ എല്ലാ പണിയും തീർത്തിട്ട് ബാക്കി അവശേഷിക്കുന്ന സമയമാണ് God do ദൈവത്തിന് not need കൊടുക്കുന്നത്. your leftover. ദൈവത്തിന് ഒരിക്കലും നിങ്ങളുടെ അങ്ങനെ അവശേഷിക്കുന്ന സമയം If ആവശ്യമില്ല. you give your leftover to God, നിങ്ങൾ നിങ്ങളുടെ അങ്ങനെയുള്ള അവശേഷിക്കുന്ന സമയം കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ, that means you are insulting God. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിനെ ഇൻസൾട്ട് ചെയ്യുകയാണ്. leftover मतलब क्या है? जो बाकी बचा हुआ। ബാക്കി അവശേഷിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? परमेश्वर को आपका बचा हुआ समय का जरूरत नहीं है। കർത്താവിന് നിങ്ങളുടെ ഇങ്ങനെയുള്ള എല്ലാ പണിയും ചെയ്ത് അവശേഷിക്കുന്ന സമയത്തിന് ആവശ്യമില്ല. 2 हफ्ते पहले मैं मेरा कलीसिया में कहा, രണ്ടാഴ്ച മുന്നേ ഞങ്ങളുടെ സഭയിൽ പറഞ്ഞ കാര്യം, give best, give lion's portion to God. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സിംഹഭാഗം കർത്താവിന് കൊടുക്കുക. आपका समय का सबसे बेहतरीन समय परमेश्वर को देना। നമ്മുടെ ജീവിതത്തിലെ സമയത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കർത്താവിന് കൊടുക്കുക. बाकी पूरा आपका काम के लिए अपने ആ ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിക്ക് വേണ്ടി എടുക്കുക. एक सीक्रेट आपको बता के देना। ഞാൻ നിങ്ങളോട് സീക്രട്ട് പറയുകയാണ്. जो परमेश्वर को उसका समय दिया, ദൈവത്തിന് നിങ്ങളുടെ നല്ല സമയം കൊടുത്താൽ, उसके बाद में आप आपका काम करेगा। അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തു കഴിഞ്ഞാൽ, आपको जानते हैं നിങ്ങൾക്കറിയാമോ, आपका काम में आप उसका इफेक्ट देखेगा। നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ അതിന്റെ ആ വലിയ റിസൾട്ട് കാണുവാൻ കഴിയും. नहीं तो आपको हालेलुया थोड़ा ये विषय परीक्षा करके चेक करके देख लीजिए। അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. अब दिन रात मेहनत करते हैं, നിങ്ങൾ രാവിലെയും വൈകിട്ടും അധ്വാനിക്കുന്നു, हाथ खाली होते हैं, നിങ്ങളുടെ കാര്യം കാലിയായിരിക്കുന്നു. लेकिन आपने समय परमेश्वर के लिए दिया। എന്നാൽ നിങ്ങളുടെ ഏറ്റവും നല്ല സമയം നിങ്ങൾ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ, थोड़ा मेहनत किया, അതിനുശേഷം നിങ്ങൾ അല്പം അധ്വാനിച്ചു കഴിഞ്ഞാൽ काफी गुना रिजल्ट पाए। അതിന്റെ ഇരട്ടി റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാനിടയാകും. 101% पक्का है। 101% ഇത് ഉറപ്പാണ്.
इसलिए आप आज से एक निर्णय ले लो, അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ തീരുമാനമെടുക്കുക. परमेश्वर के लिए जो है वो परमेश्वर के लिए देगा. കർത്താവിന് വേണ്ടിയുള്ള നിങ്ങൾ കർത്താവിന് കൊടുക്കും. वचन में ऐसे ही यीशु ने कहा, വചനത്തിൽ ഇങ്ങനെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്, सीसर का है, सीसर को, കൈസർക്കുള്ളത് കൈസർക്ക്, परमेश्वर का है परमेश्वर को, ദൈവത്തിനുള്ള ദൈവത്തിന്. परमेश्वर के लिए जो समय है उनको देना. ദൈവത്തിനുള്ള സമയം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക. हर हफ्ते में कुछ समय आपको परमेश्वर के लिए अलग करके रखना है. എല്ലാ ആഴ്ചയിലും കുറച്ച് സമയം നിങ്ങൾ കർത്താവിന് വേണ്ടി മാറ്റി വെക്കുക. ऐसे काफी लोगों को जानना. അങ്ങനെ അനേകരെ എനിക്കറിയാം. संडे आराधना छोड़ के कुछ भी करेगा नहीं. സൺഡേ ആരാധനയിൽ അവർ അത് വിട്ടിട്ട് വേറെ ഒന്നിനും പോകില്ല. कोई भी जगह में हो, ലോകത്തിലെ ഏത് സ്ഥലത്തായിരുന്നാലും आराधना मिस नहीं करे. അവരൊരിക്കലും ആരാധന മിസ് ചെയ്യുകയില്ല. लेकिन काफी लोग ये बात जानते नहीं. എന്നാൽ अनेകർക്ക് ഇക്കാര്യം അറിയുകയില്ല. कुछ लोग क्या करते हैं, ചിലരെന്താണ് ചെയ്യുന്നത്, कुछ लोग ठीक संडे चुनेगा कुछ काम के लिए. അവർ ചിലപ്പോൾ സൺഡേ തന്നെ തിരഞ്ഞെടുക്കുക അവരുടെ ചില പ്രവൃത്തി ചെയ്യാൻ വേണ്ടി. दिनों में अपना काम नौकरी में अपना धंधा में जाना चाहिए. ബാക്കി ദിവസങ്ങളൊക്കെ അവർക്ക് അവരുടെ ഓഫീസിലെ ബിസിനസ്സിനൊക്കെ പോകേണ്ടതായി വരും. कहाँ जाना है, ഇപ്പൊ അവർ കേരളത്തിൽ പോകണം. बुकिंग करेगा. എപ്പോഴാണ് ബുക്ക് ചെയ്യുന്നത്? शनिवार शाम को बुकिंग करेगा. ശനിയാഴ്ച രാത്രി ഒരു ടിക്കറ്റ് ബുക്ക് क्योंकि ചെയ്യും. एक दिन छुट्टी बचा पाएगा तो संडे हम ट्रेन में बैठे. അവർ ചിന്തിക്കും ഒരു ദിവസത്തെ അവധി കിട്ടും, സൺഡേ അന്നേരം ട്രെയിനിലാകുമല്ലോ എന്ന്. कभी भी ये करना नहीं, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. कभी भी करना नहीं. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ऐसे करना है. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. अब आराधना अटेंड करने के बाद में ट्रेन में बैठो. ആരാധന അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ട്രെയിൻ പിടിക്കുക. ना तो आपको गांव में पहुंचना है आराधना का दिन का पहले. അല്ലെങ്കിൽ നിങ്ങൾ ആരാധനയ്ക്ക് മുന്നേ നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുക. क्या कभी ऐसे सोचा है क्या? നിങ്ങൾ എപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? हम अपने जीवन में, मेरा अनुभव में कहना चाहता हूं, कभी भी संडे ट्रैवलिंग के लिए वैसे मतलब आराधना छोड़ के कुछ भी काम के लिए हम प्लानिंग बनाया नहीं. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും സൺഡേ ആരാധന വിട്ടിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയില്ല. सियोन की ओर जाने वाला रास्ता का जूदी जिसको है वो धन्य है. സിയോനിലേക്കുള്ള വഴി അറിയുന്ന ഓർമ്മിക്കുന്നവർ ഭാഗ്യവാന്മാർ. काफी लोग भूल गए, അനേകരും മറന്നുപോയിരിക്കുന്നു. काफी लोग भूल गए. അനേകരും മറന്നുപോയിരിക്കുന്നു. जानते काफी लोग ऐसे होते नौजवान स्पेशली, उन्होंने काम करने के लिए कुछ काम के लिए दूर बाहर चला जाएगा. അനേക ചെറുപ്പക്കാര് ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളും മാറിപ്പോകുന്നു. उसका जो मात्र कलीसिया से दूर चला जाएगा. അവരുടെ മാതൃസഭയിൽ നിന്ന് അവർ ദൂരത്ത് പോകുമ്പോൾ उसके बाद में काफी समयों वो प्रार्थना में नहीं जाएगा, वैसे ही क्या ना दुनिया में व्यस्त हो जाएगा. അതിനുശേഷം അവർക്ക് പലപ്പോഴും ആരാധനയ്ക്ക് കടന്നു പോകാൻ പറ്റാതെ അവര് പല കാര്യങ്ങളിലും അവര് ബിസി ആയി പോകുന്നു. उनको भी पता नहीं मिलेगा कब कैसे कभी उनका अंदर से उस आत्मा का भरपूरी खत्म हो गया, निकल गया. അവർ പോലും അറിയുന്നില്ല എപ്പോഴാണ് അവരുടെ ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ ആ നിറവ് മാറിപ്പോയതെന്ന്. कभी उनका अंदर का आत्मिक प्राण, आत्मिक जीवन नष्ट हो गया, उनको भी पता नहीं. അവർക്ക് പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ ആത്മീയ ജീവൻ നഷ്ടമായി പോയിടയാകും. लेकिन എന്നാൽ आप याद रखो, നിങ്ങൾ ഓർമ്മ വെക്കുക, सूदी रखना है. ഓർത്തിരിക്കുക എപ്പോഴും. परमेश्वर को उपस्थिति में जाने का रास्ता. ദൈവസന്നിധി പോകാനുള്ള വഴി कुछ എപ്പോഴും बातों को ഓർത്തിരിക്കുക. जल्दी बंद करना चाहिए. ചില കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നിർത്തുകയാണ്. जानते समय शीघ्र से आगे जा. സമയം പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത് എനിക്കറിയാം. हालेलुया. अलग अलग दरवाजा खटखटाने के लिए होगा, വ്യത്യസ്ത വാതിലുകൾ നമുക്ക് മുട്ടുവാനും ഉണ്ടായിരിക്കാം. लेकिन जो मदद आने वाला एक ही द्वार. എന്നാൽ നമുക്ക് സഹായം വരുന്ന ഒറ്റ വാതിലേ ഉള്ളൂ. आपको जानना चाहिए. നമ്മളത് അറിയണം. मूसा ने कहा, മോശ പറയുകയാണ്, ने कहा, കർത്താവേ നീ പറഞ്ഞു मेरे हालेलुया ऊपर आपका अनुग्रह का दृष्टि. എന്റെ മേൽ നിന്റെ കൃപയുണ്ട് എന്ന്. आप कहा आप मुझे करीब से जानते. കർത്താവെ നീ പറയാണ് എന്നെ നന്നായി നീ അറിയുന്നു लेकिन എന്ന്. ये बात आपने कहा नहीं. എന്നാൽ കർത്താവെ നീ ഇത് പറഞ്ഞില്ല, मेरे साथ में आएगा. ആരെന്റെ ഒപ്പം വരുമെന്ന്. हारून मेरा साथ में है, അഹ്രോൻ എന്റെ കൂടെയുണ്ട്, हूर मेरा साथ में है, ഹൂർ എന്റെ കൂടെയുണ്ട്, जोशुआ मेरा साथ में है, ജോഷു എന്റെ കൂടെയുണ്ട്, काफी नौजवानों मेरा साथ में. അനേക ചെറുപ്പക്കാരന്റെ കൂടെയുണ്ട്. लेकिन ये എന്നാൽ काफी नहीं. എന്നാൽ ഇതും പോരെ എനിക്ക്. ये मेरा यात्रा सफल होने के लिए എന്റെ യാത്ര സഫലമാകുവാൻ ये लोग काफी नहीं है. ഇവര് പോരെ എനിക്ക്. अगले आयतों में परमेश्वर ने मूसा से क्या वायदा दिया मालूम है? അടുത്ത വാക്യത്തില് മോശയോട് ദൈവം എന്താണ് വാഗ്ദത്തം കൊടുക്കുന്നത്? Question. ഒരു ക്വസ്റ്റ്യൻ, Who will come with me? ആരെന്നോടൊപ്പം വരും? The answer is അതിന്റെ ആൻസർ, Moses, മോശേ I am going to walk with you. ഞാൻ നിന്നോട് കൂടെ നടക്കും. ആമേൻ. I'm going to walk with you. ഞാൻ നിന്നോടൊപ്പം मैं നടക്കും. तेरा संग चलूं. ഞാൻ നിന്റെ കൂടെ നടക്കും. परमेश्वर के वचन के अंदर, ദൈവത്തിന്റെ വചനത്തിനുള്ളില്, परमेश्वर के वचन के अंदर. ദൈവത്തിന്റെ വചനത്തിനുള്ളില് Some people, कुछ लोग ऐसे गिनने के लिए कोशिश किया. ചിലരിങ്ങനെ എണ്ണുവാൻ ശ്രമിച്ചു. परमेश्वर के वचन के अंदर कितना वायदों में. ദൈവത്തിന്റെ വചനത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടെന്ന്. अप्रोक्सीमेटली 21,000 आयतों परमेश्वर के वचन के अंदर है. 21,000 अप्रोक्सीमेटली ഉണ്ട്, 21,000 वचनങ്ങളുണ്ട്. വചനങ്ങളുണ്ട്. आपको जानते हैं
നിങ്ങൾക്കറിയാമോ? उसमें से लगभग 7000 वचनों അതിലെ 7000 ഏകദേശം 7000 വചനങ്ങൾ और promises അതെല്ലാം നമുക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളാണ്. और promises कितना വാഗ്ദത്തങ്ങളാണ്. वायदों में? എത്ര വാഗ്ദത്തങ്ങളുണ്ട്? 7000 वायदे. 7000 വാഗ്ദത്തങ്ങൾ. 7000 वायदों पूरा आपका है मेरा है. 7000 വാഗ്ദത്തം മുഴുവൻ നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. हालेलुया. ഹല്ലേലൂയ. थैंक यू जीसस. താങ്ക് യു ജീസസ്. 7000 वायदों दिया है 7000 വാഗ്ദത്തങ്ങൾ മാത്രം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. बाइबल के अंदर का सबसे हालेलुया बड़ा वायदा कौन सा है? ബൈബിളിലെ ഏറ്റവും വലിയ വാഗ്ദത്തം ഏതാണ്? ഹല്ലേലൂയ. 7000 वायदों दिया. 7000 വാഗ്ദത്തങ്ങൾ കർത്താവ് बाइबल का തന്നു. 1/3 वायदों में. ബൈബിളിന്റെ ഒരു ഭാഗം മുഴുവൻ വാഗ്ദത്തങ്ങളാണ്. मेरा सवाल इस 7000 में सबसे बड़ा वायदा कौन सा? എന്റെ ചോദ്യം, ഈ 7000 വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വലിയ വാഗ്ദത്തം ഏതാണ്? मेरे ख्याल से എന്റെ അഭിപ്രായത്തില് बाइबल में मत्ती का सुसमाचार 28वां अध्याय में हम देख सकते हैं മത്തായി 28 നമ്മൾ കാണുന്നു. ग्रेट कमीशन ഗ്രേറ്റ് കമ്മീഷൻ നമ്മൾ കാണുന്നു. हमें दिया हुआ सबसे बड़ा जिम्मेदारी നമുക്ക് തന്നൊരു ഏറ്റവും വലിയ ഉത്തരവാദിത്വം क्या बताया है? എന്താണ് അവിടെ പറയുന്നത്? धरती का आखिरी छोर तक जाके सुसमाचार बताने का ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുവാനുള്ള मिशन हमें दिया है. ഒരു മിഷൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. लेकिन उसका आखिरी आयत में क्या लिखा है? എന്നാൽ അതിന്റെ അവസാന വാക്യങ്ങൾ എന്താണ് मैं എഴുതിയിരിക്കുന്നത്? इस युग के अंत तक तेरे साथ എന്നാൽ रहूंगा. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ग्रेट ഇരിക്കും. प्रॉमिस. ഗ്രേറ്റ് പ്രോമിസ്. अगर ग्रेट कमीशन उधर है तो ഒരു ഗ്രേറ്റ് കമ്മീഷൻ മുകളിൽ ഉണ്ടെങ്കിൽ कमीशन के साथ में ആ ഗ്രേറ്റ് കമ്മീഷനോടൊപ്പം തന്നെ ग्रेट प्रॉमिस भी दिया है. ഒരു ഗ്രേറ്റ് പ്രോമിസും വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം എന്താണ്? ये तुझे जहां तक जाना है, നിനക്ക് എവിടെ വരെ പോകാമോ? धरती का आखिरी छोर तक जाना है, ഭൂമിയുടെ അറ്റം വരെ നീ इस പോകണം. युग का अंत तक तुझे तेरा यात्रा को करना ഈ है. ഭൂമിയുടെ അറ്റം വരെ നീ യാത്ര तुम ചെയ്യണം. अकेला नहीं रहूंगा. നീ അപ്പോഴൊക്കെ നീ തനിയായിരിക്കില്ല. Hallelujah. I will be with you. ഞാൻ നിന്നോടൊപ്പമുണ്ട്. मूसा तुमने पूछा മോശെ നീ ചോദിച്ചു, और मेरे साथ में आया. ആരെന്നോടൊപ്പം വരുമെന്ന്? तेरा रास्ता मुझे दिखाओ. നിന്റെ वഴി എന്നെ കാണിക്കണമേ आज എന്ന്. रात को प्रभु का आत्मा कह रहे, ഇന്ന് രാത്രി ദൈവത്തിനാത്മാ प्रभु ने പറയുകയാണ്, कह रहे, the great promise. ദൈവം തരുന്ന ഏറ്റവും വലിയ बाइबल का വാഗ്ദത്തം, सबसे बड़ा promise. ബൈബിൾ ഏറ്റവും വലിയ വാഗ്ദത്തം. क्या promise है? എന്താണ് ആ വാഗ്ദത്തം? धरती के अंत तक, ലോകാവസാനത്തോളം, जगत के अंत तक ലോകത്തിന്റെ അവസാനത്തോളം मैं तेरे संग रहूंगा. എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ I ഇരിക്കും. will be with you. മോശെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. उसने अगले सवाल पूछा, മോശ അടുത്ത ചോദ്യം ചോദിക്കണം. आपने कहा കർത്താവ് നീ പറയുകയാണ്, मेरा संग है, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, you will walk with me. കർത്താവ് നീ എന്നോട് നടക്കുന്നുവെങ്കിൽ, You know me in and out. കർത്താവ് നീ എന്റെ അകവും പുറവും അറിയുന്നു. अगर आपने कहा നീ പറയുകയാണ്, मुझे करीब जानते, നീ എന്നെ നന്നായി അറിയുന്നു എന്ന്. अगर आपने कहा കർത്താവ് നീ आप പറയുകയാണ്, मेरे साथ में चलो, നീ എന്റെ കൂടെ നടക്കുമെന്ന്. प्रभु साथ में चलते हैं, കർത്താവ് നീ കൂടെ നടക്കുന്നുവെങ്കിൽ, मुझे हालेलुया रास्ता ढूंढने का जरूरत नहीं है. അങ്ങനെയെങ്കിൽ എനിക്ക് വഴി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. फॉलो द मास्टर. എനിക്ക് എന്റെ മാസ്റ്ററെ പിൻപറ്റുക വേണ്ടി മാത്രമേ ചെയ്യൂ. पीछा करना है मुझे. കർത്താവിനെ അനുഗമിക്കുക മാത്രം ചെയ്താൽ മതി എനിക്ക്. बच्चों, ദൈവമക്കളെ, अगले सवाल मूसा ने कहा, അടുത്ത ചോദ്യം മോശ ചോദിക്കുന്നു, आपने कहा आप मेरा साथ में है, കർത്താവ് നീ പറഞ്ഞു എന്റെ കൂടെയുണ്ട് എന്ന്. मैं देखना चाहता हूं. ഞാൻ കാണുവാൻ I ആഗ്രഹിക്കുന്നു. want to see എനിക്ക് നിന്നെ ഒന്ന് you are കാണണം. walking with me. കർത്താവ് നീ എന്റെ കൂടെ നടക്കുന്ന എനിക്കൊന്ന് കാണണം. Show me your presence. കർത്താവേ നിന്റെ ആ പ്രസൻസ് എന്നെ കാണിക്കണമേ. Show me your glory. കർത്താവ് നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണമേ. आपका महिमा को, आपका जलाल को मुझे दिखाइए. കർത്താവിന്റെ തേജസ് ആ മഹിമ എന്നെ ഒന്ന് കാണിക്കണമേ. Three questions. 3 ചോദ്യം. Who will walk with me or who will come with me? ആരെന്നോടൊപ്പം വരും? Show me your path. കർത്താവിന്റെ വഴി എന്നെ Show കാണിക്കണം. me or show me your glory or your presence. കർത്താവ് നിന്റെ ആ സാന്നിധ്യ ആ മഹത്വം എന്നെ ഒന്ന് आज रात കാണിക്കണം. को सब लोग प्रार्थना कर दीजिए. ഇന്ന് രാത്രി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. प्रभु कौन मेरे साथ में आए? കർത്താവ് എന്നോടൊപ്പം ആര് കടന്നു വരും? ദൈവത്തിന്റെ വാഗ്ദത്തം. हालेलुया अंत तक मैं तेरा संग रहूंगा. അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ अगर കൂടെ अंत ഇരിക്കും. तक प्रभु साथ में है तो അവസാനത്തോളം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, आपको आपका रास्ता का बारे में कोई शंका होने का जरूरत नहीं है. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള വഴി ഓർത്ത് ഒട്ടും ഭാരപ്പെടേണ്ട उन्होंने ആവശ്യമില്ല. रास्ता दिखाए. കർത്താവ് നമുക്ക് വേണ്ടി വഴി കാണിക്കും. अगर परमेश्वर साथ में है तो കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, देखो सिर्फ एक मामूली विश्वास है परमेश्वर अपने साथ में है. ഒരു സാധാരണ ഒരു വിശ്വാസം മാത്രമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. ऐसे मत जियो. അങ്ങനെ ജീവിക്കരുത്. प्रभु को कहो, കർത്താവിനോട് പറയുക, प्रभु हाँ मैं देखना चाहता हूँ. കർത്താവ് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. आपका महिमा मेरा साथ में चल रहे मैं देखना चाहता നിന്റെ മഹത്വം എന്റെ കൂടെ നടക്കുന്ന എനിക്ക് കാണണം. हूँ. और थोड़ा करीब में जानना चाहता हूँ. ഒന്നുകൂടെ അടുത്തറിഞ്ഞ് ആഗ്രഹിക്കുന്നു. आप मुझे करीब जानते हैं. കർത്താവ് നീ എന്നെ നന്നായി അറിയുന്നു. इसलिए मैं और करीब आपको जानना चाहता हूँ. അതുപോലെ തന്നെ ഞാനും നിന്നെ നന്നായി അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചിലത് കാണുവാൻ ആഗ്രഹിക്കുന്നു. Glory में देखना चाहता हूँ. നിന്റെ മഹത്വം ദേശം ഞാൻ കാണാൻ ऐसे ആഗ്രഹിക്കുന്നു. विश्वास रखे नहीं, അങ്ങനെ ഒരു വിശ്വാസം മാത്രം വെക്കുകയല്ല, मैं देखना चाहता हूँ. ഞാൻ കാണുവാൻ that ആഗ്രഹിക്കുന്നു. you are with me. കർത്താവ് നീ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ. अलग प्रार्थना। എത്ര പേര് പ്രാർത്ഥിക്കും? अब देखेगा प्रभु का महिमा, നിങ്ങൾ കാണും കർത്താവിന്റെ अब മുഖത്ത്. देखेगा प्रभु आपका साथ में चल। നിങ്ങളോടൊപ്പം കർത്താവ് നടക്കും, നിങ്ങൾ കാണും. सब लोग मिलकर प्रार्थना करें। എല്ലാവർക്കും ചേർന്ന് Everybody പ്രാർത്ഥിക്കാം. pray, pray, मुंह खोल के। എല്ലാവർക്കും अगर പ്രാർത്ഥിക്കാം. परमेश्वर से प्रभु आपको बात किया, ദൈവത്തിന്റെ വചനം കൂടി ദൈവം നിങ്ങളോട് चुप ना रहो, സംസാരിച്ചെങ്കിൽ चुप ना रहो। നിശബ്ദമായിട്ടിരിക്കരുത്. जिनको जानते हैं ആർക്കാണോ അറിയുന്നത്, परमेश्वर का भवन में जाने का, उनको उपस्थिति में जाने का रास्ता जानते हैं, കർത്താവിന്റെ ഭവനത്തിലേക്ക് സാന്നിധ്യത്തിലേക്ക് പോകുന്ന വഴി അറിയുന്നവർ അവർ ഭാഗ്യവാന്മാരാണ്. को कैसे सामना करेगा? പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം? चढ़ाई डाल के घुटना टेको, നിങ്ങൾ പാവിരിച്ച് മുട്ടിൽ take മേലിരിക്കുക, your Bible, നിങ്ങളുടെ ബൈബിൾ എടുക്കുക. say, Lord, I believe that you are going to speak to me. എന്നിട്ട് പറയാ, കർത്താവേ എനിക്കറിയാം നീ എന്നോട് मैंने काफी സംസാരിക്കുമെന്ന്. बार अनुभव किया है। ഞാൻ അനേക പ്രാവശ്യം അനുഭവിച്ച കാര്യമാണ്. अनेक समय में प्रभु ने मुझे इस वचन से बात की। എന്റെ ജീവിതത്തിൽ അനേക സമയങ്ങൾ ദൈവം ചൂട് എന്നോട് बात സംസാരിച്ചിട്ടുണ്ട്. करने वाला परमेश्वर, നമ്മുടെ കർത്താവ് സംസാരിക്കുന്നവനാണ്. परमेश्वर बात करना। നമ്മുടെ കർത്താവ് സംസാരിക്കുന്നവനാണ്. हाँ, इस वचन के अंदर 7000 वायदों में, ഈ വചനത്തിൽ 7000 വാഗ്ദത്തങ്ങൾ തന്നെയുണ്ട്. कल मैं नाबिल कुरैशी का एक टेस्टिमनी सुन रहा था, ഇന്നലെ ഞാൻ നാബിൽ ഖുറൈശിയുടെ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. जो इस्लाम विश्वास से प्रभु यीशु मसीह को ग्रहण किया व्यक्ति है नाबिल कुरैशी। ഇസ്ലാം വിശ്വാസത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച വ്യക്തിയാണ് बहुत നാബിൽ मशहूर ഖുറൈശി. परमेश्वर का दास बन गया। വളരെ പ്രസിദ്ധനായ ദേവദാസനായി पूरा മാറി. विश्व जानते वैसे परमेश्वर का दास ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദേവദാസനായി മാറിയ വ്യക്തിയായിരുന്നു. उन्होंने कहा उनका टेस्टिमनी में, അദ്ദേഹം തന്റെ സാക്ഷ്യത്തിൽ പ്രകാരം പറയുന്നു. उनका एक रूममेट उनका साथ में जो कॉलेज में पढ़ाई कर रहे थे तभी साथ में था डेविड करके एक परमेश्वर का दास। അദ്ദേഹത്തിന്റെ റൂംമേറ്റ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ. डेविड और नाबिल कुरैशी का बीच में हमेशा बहस होता था ഡേവിഡും നാബിൽ ഖുറൈശി തമ്മിൽ എപ്പോഴും തർക്കമുണ്ടാവുമായിരുന്നു. बाइबल का बारे में, ബൈബിളിനെ പറ്റി, कुरान का बारे में। ഖുറാനെ പറ്റി. दोनों पुस्तकों रूम के अंदर है। രണ്ട് പുസ്തകം ആ റൂമിലുണ്ടായിരുന്നു. नाबिल कुरैशी के पास एक कुरान है, डेविड के पास एक बाइबल है। നാബിൽ ഖുറൈശിയുടെ കാര്യങ്ങളിൽ ഖുറാനും ഡേവിഡിന്റെ കയ്യിൽ ബൈബിളും ഉണ്ടായിരുന്നു. हालेलुया। एक दिन नाबिल कुरैशी के जीवन में बहुत बड़ा टेंशन, बहुत बड़ा समस्या। ഒരു ദിവസം നാബിൽ ഖുറൈശിയുടെ ജീവിതത്തിൽ വലിയൊരു ടെൻഷൻ കടന്നു വന്നു. कोई रूम में नहीं था। ആ റൂമിലില്ലായിരുന്നു. नाबिल कुरैशी एक हाथ में बाइबल दूसरे हाथ में कुरान लेके बैठे നാബിൽ ഖുറൈശി ഒരു കരത്തിൽ ബൈബിളും മറ്റേ കരത്തിൽ ഖുറാനും और എടുത്തിരുന്നു. कहा मैं कुछ सांत्वना, कुछ कंफर्ट पाना चाहता हूं। അതേ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ചില ആശ്വാസം इनमें പ്രാപിക്കാൻ से कौन सा ആഗ്രഹിക്കുന്നു. पुस्तक से मुझे कंफर्ट मिलेगा? ഇതിലെ ഈ രണ്ട് പുസ്തകങ്ങളിൽ നിന്ന് ഏത് പുസ്തകം എനിക്ക് ആശ്വാസം തരും? पहले कुरान खोला, അതേ ആദ്യം ഖുറാൻ തുറന്നു. अलग अलग पेजों में देखा, कोई कंफर्ट उसको मिला ഓരോരോ പേജ് എടുത്ത് നോക്കി, അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ചില്ല. बंद करके रखा। അദ്ദേഹം അത് അടച്ചു വെച്ചു. दूसरा साइड में बाइबल था, മറ്റൊരു बाइबल സൈഡിൽ उठा के ബൈബിൾ खोला। ഉണ്ടായിരുന്നു. ബൈബിൾ എടുത്ത് തുറന്നു. उन्होंने खोला तो उसको मत्ती का सुसमाचार 5वां अध्याय से एक आयत मिला। ബൈബിൾ തുറന്നപ്പോൾ മത്തായി 5 ഒരു വാക്യം ലഭിച്ചു. ऐसे लिखा है, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, अभी जो दुखी है वो धन्य है, उसको तस्लीम मिलेगा। ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും. डायरेक्ट बात कर रहे हैं। അദ്ദേഹം ദൈവനോട് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. ഇത് നമ്മുടെ ദൈവത്തിന്റെ വാചനത്തിന്റെ വിശേഷതയാണ്. ബൈബിൾ ഇത് സംസാരിക്കുന്ന പുസ്തകമാണ്. ഇത് നമ്മളോട് സംസാരിക്കുന്നതാണ് ബൈബിള്. आपसे बात करने वाला पुस्तक है। ബൈബിൾ നമ്മളോട് സംസാരിക്കുന്ന പുസ്തകമാണ്. आज का जमाने में आपने देखा हुआ ना, बच्चों के पास ऐसे खिलौना रहते हैं, ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കിലോനയുണ്ട്, ऐसे കളിപ്പാട്ടമുണ്ട്. अलग-अलग तस्वीरों उसमें है। വ്യത്യസ്തമായ പടങ്ങളാണ് ഇത് കാണും. बच्चों अगर ए में दबाएगा तो എയിൽ പ്രസ് ചെയ്യുമ്പോൾ वो ऐसे आवाज आएगा, ए फॉर एप्पल। അതിൽ A for ആപ്പിൾ എന്ന് വരും. टॉकिंग करने वाला बुक देखा ना आपने? ടോക്കിംഗ് ചെയ്യുന്ന ബുക്കുകളുണ്ട്, डिजिटल बुक देखा ना? ഡിജിറ്റൽ ബുക്കുകളുണ്ട്. डिजिटल बुक बनने से पहले ഇതെല്ലാം ഡിജിറ്റൽ ബുക്ക് ആകുന്നതിന് बाइबल മുൻപേ ऐसे पुस्तक है, ബൈബിൾ ഇങ്ങനെ ഒരു जो പുസ്തകമാണ്. पुस्तक हमेशा बात करते हैं। എപ്പോഴും സംസാരിക്കുന്ന ബുക്കാണ്. काफी लोगों से इस बाइबल बात की, അനേക വ്യക്തികളോട് क्योंकि സംസാരിക്കുന്ന बाइबल പുസ്തകമാണ്. को बात करने का सामर्थ्य है। കാരണം സംസാരിക്കാനുള്ള ശക്തിയുള്ള പുസ്തകമാണ്. जिसको सूदी है कहां से सांत्वना मिलेगा, ആർക്കാണ് ഓർമ്മയുള്ളത് ഞങ്ങൾക്ക് എവിടെ നിന്ന് जिसको ആശ്വാസം ലഭിക്കുമെന്ന്, सूदी है कहां से तस्लीम मिलेगा, എവിടെ നിന്ന് ആശ്വാസം ലഭിക്കുമെന്ന് അറിയുന്നവർ, जिसको सूदी है कहां से बल मिलेगा, എവിടെ നിന്ന് ബലം ലഭിക്കുമെന്ന് वो അറിയുന്നവർ, व्यक्ति धन्य है। അങ്ങനെയുള്ള വ്യക്തി ഭാഗ്യവാന്മാർ. परमेश्वर का बच्चा आज का मैसेज पूरा भूल गया तो भी ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ഇന്നത്തെ മെസ്സേജ് എല്ലാം മറന്നു इतना പോയാലും तो याद में रखो, ഇത്രേ ഓർമ്മ വെക്കുക. जब समस्या आएगा क्या करना? പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് प्रभु ചെയ്യണം? की उपस्थिति में बैठो, थोड़ा प्रार्थना करो, बाइबल खोल के पढ़ो, प्रभु आपसे बात करेगा। ദൈവസന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളോട് आपका സംസാരിക്കും. समस्या का एक हाल प्रभु ने आपको देने वाला है। നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി കർത്താവ് एक നിങ്ങൾക്ക് क्षण में തരും. आपके लिए प्रार्थना करना ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി प्रभु, പ്രാർത്ഥിക്കാൻ जितने പോവുകയാണ്. लोग इस मीटिंग में अटेंड कर रहे हैं, കർത്താവ് എത്ര हर परमेश्वर के बच्चों को आपने छू लीजिए। ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ मैं ദൈവമക്കളെയും विश्वास कर കർത്താവ് रहा हूँ प्रभु जी, തൊടണമേ. आपने व्यक्तिगत रूप में हर व्यक्ति से बात की है। ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് उन सबके വ്യക്തിപരമായിട്ട് जीवन നീ में എല്ലാവരോടും एक साधारण സംസാരിച്ചു परमेश्वर का എന്ന്. सामर्थ्य होने दीजिए। ഇവരെല്ലാവരും ചെയ്ത അസാധാരണമായ ഒരു ദൈവിക यीशु ശക്തി ഇറങ്ങട്ടെ. नासरी के नाम में യേശു ക്രിസ്തുവിന്റെ सारे നാമത്തില് बंधनों को, सारे सैतानिक सामर्थ्यों को, എല്ലാ ബന്ധനങ്ങളും പിശാചിന്റെ ശക്തികളും सारे बीमारी की शक्तियों എല്ലാ को രോഗശക്തികളും यीशु नासरी के नाम में निकल जाने का യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ कुछ കൽപ്പിക്കുന്നു. लोगों के लिए कोई भी बंद नहीं कर सकते, वैसे द्वार आपने खोल दीजिए प्रभु जी। കർത്താവ് ചില പ്രിയമുള്ളവർക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത क्योंकि വാതിലുകൾ आपने തുറക്കണമേ. द्वार खोला,
കർത്താവ് നീ ഒരു വാതിൽ आपके തുറന്നാൽ पास कोई भी आया കർത്താവ് നിന്റെ അടുക്കൽ ആരെല്ലാം वो कभी വന്നാലും भी लज्जित न होने वाला। കർത്താവേ നിന്റെ അടുക്കൽ വരുന്ന ഒരിക്കലും तो ലജ്ജിച്ചു हमने इसे പോകില്ല. किया, बल्कि धन्यवाद। കർത്താവിന് ചെയ്തിരിക്കാൻ सारे നന്ദി. आदर सारे महिमा हम आपको दे देते हैं। എല്ലാ മഹത്വമാനവും കർത്താവിന്. प्रार्थना यीशु मसीह के पवित्र नाम में, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ आमीन। ആമേൻ.